ശ്രീമദ് ഭാഗവതം ക്ലാസ് 292 സ്കന്ധം 10 രണ്ടാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തെ അധ്യായമാണ്, 90-ാമത്തെ അധ്യായമാണ്. ഇത് കൃഷ്ണ ലീലാനുവർണ്ണനവും യദുവംശവർണ്ണനവുമാണ്. യദുവംശം എന്ന് പറയുമ്പോൾ ഇവിടെ നടക്കുന്ന എല്ലാ കർമ്മങ്ങളും ലീലകളാണ്, ആ ശ്രീഹരിയുടെ ലീലകളാണ്. അങ്ങനെ കൊളോണിയലിസത്തിന് ശേഷം, രാമകഥയ്ക്ക് ശേഷം ലോകം രണ്ടായി തിരികുകയാണ്. ഒരു വംശത്ത് കൃഷ്ണൻ്റേതായ യദുവംശം സ്ഥാപിക്കുകയാണ്. അതിൻ്റെ നേതൃത്വം കാലമാകുന്ന കൃഷ്ണനാണ്. പക്ഷേ രാജാവായി അവരോധിച്ചിരിക്കുന്നത് ഉഗ്രസേനനെയാണ്. പക്ഷെ എല്ലാ കാര്യങ്ങളും കൃഷ്ണൻ വിഭാവനം ചെയ്ത പോലെയാണ് പോകുന്നത്. പക്ഷേ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ട് കൃഷ്ണനുമല്ല, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്ക് പിന്നിലുള്ള ആ ശ്രീഹരി, ഇല്ലെങ്കിൽ ആ ബ്രഹ്മം തന്നെ കൃഷ്ണനോടും അർജുനനോടും പറയുന്നു, പോയിൽ ഭൂമിയിൽ ബാക്കിയുള്ളിടത്തെല്ലാം ഉള്ള എല്ലാ അധർമ്മികളായ രാജാക്കന്മാരെ കൊന്നിട്ട് ഒരു നല്ലൊരു ലോകമുണ്ടാക്കുക, പുരുഷാർത്ഥങ്ങളുമായിട്ട് വർണ്ണാശ്രമധർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ചുകൊണ്ട് നല്ലൊരു വ്യവസ്ഥിതിയിലേക്ക് വരിക, എന്നിട്ട് ആ കർമ്മം പൂർത്തീകരിച്ചിട്ട് തിരിച്ചു വരിക. അപ്പോൾ ഇവിടെ ലോകത്തിലുള്ളവരെ കൃഷ്ണനെ അടക്കം അയച്ചിരിക്കുന്നത് ആ ശക്തിവിശേഷമാണ്. ഏതാണ് ആ ശക്തിവിശേഷം? വൈകുണ്ഠനാഥൻ. വൈകുണ്ഠനാഥൻ എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രത്തിലിരിക്കുന്ന ശക്തിവിശേഷം, 7 ലോകങ്ങളുടെയും കേന്ദ്രത്തിലിരിക്കുന്ന ശക്തിവിശേഷം. അപ്പോൾ അത്തരത്തിലൊരു ലോകം യദുവംശത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പുറം ലോകം രണ്ടായി തിരിഞ്ഞു, ഒരു ഭാഗത്ത് യദുവംശം, മറ്റേത് ചൂതുകളിയുടെ നാട്, ദേശം. അതുമെല്ലാം കൂടിയിട്ട് അതാണ് മഹാഭാരതത്തിലൂടെ, 3-ാം ലോക മഹായുദ്ധത്തിലൂടെ പറഞ്ഞു വെച്ചത്. അങ്ങനെ അവസാനം യദുവംശത്തിൽ ഏതുപോലെയാണോ അതുപോലെയുള്ള ഒരു വംശം ലോകം മുഴുവൻ ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കാണുന്നു. 3-ാം ലോക മഹായുദ്ധത്തിന് ശേഷം എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ. എന്താണ് ആ വംശത്തിൻ്റെ പ്രത്യേകത? ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ് എന്താണ്? അവിടെ ജീവജാലങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? അപ്പോൾ ആ യുഗത്തിൽ ജനങ്ങൾ, കൃഷ്ണൻ വിഭാവനം ചെയ്ത ലോകത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നാണ് ഇതിലൂടെ പറയാൻ പോകുന്നത്. അപ്പം നമുക്കതിലേക്ക് കടക്കാം. 1 മുതൽ 6 വരെയുള്ളതിൽ ശ്രീസുതൻ പറയുകയാണ്, സർവസമ്പത്തുകളും സമൃദ്ധമായി. അപ്പോൾ ലോകം എല്ലാ സമ്പത്തുകളിലും സമൃദ്ധമാണ്. ഒരു ജനങ്ങളും പട്ടിണിയിലില്ല, എല്ലാവരും സുഖമായി ജീവിക്കുന്നു. ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെയാണ്. ഉച്ചനീചത്വങ്ങളില്ല, സാമ്പത്തികമായ ഉച്ചനീചത്വങ്ങളില്ല, ജാതിമത ചിന്തകളൊന്നും തന്നെയില്ല. അപ്പം സർവസമ്പത്തുകളാലും സമൃദ്ധരായി, വൃഷ്ണികല ജാതന്മാരാലും വിശേഷ സർവത്ര ആഭരണങ്ങളും വസ്ത്രങ്ങളും എല്ലാം അണിഞ്ഞ പുതു യൗവനത്തിൻ്റെ കാന്തി ചേർന്നവർ. അവിടെയുള്ള ജനങ്ങൾ, യുവാക്കളെല്ലാം വിശേഷമായ പുതുമയുള്ള നല്ല ആഭരണങ്ങളും വസ്ത്രങ്ങളുമെല്ലാം അണിഞ്ഞ് യുവാക്കൾ കീർത്തി ചേർന്നവരായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം സമ്പത്തുണ്ട്, എല്ലാവരും നല്ല ആടയാഭരണങ്ങളെല്ലാം ധരിച്ചുകൊണ്ടാണ് യുവാക്കളിരിക്കുന്നത്. പിന്നെയോ പന്തുകൊണ്ടും മറ്റും കൊട്ടാരത്തിൽ കളിക്കുന്നവരും. പന്തുകൊണ്ടും മറ്റും കൊട്ടാരത്തിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ കൊട്ടാരമെല്ലാം ഒന്നായി മാറുകയാണ്. തൂമിന്നലിൻ്റെ ശോഭയാർന്ന സ്ത്രീജനങ്ങളെല്ലാം തൂമിന്നലിൻ്റെ ശോഭയാർന്ന, അത്രയും തിളങ്ങുന്ന സൗന്ദര്യത്തോടെ എല്ലാ സ്ത്രീകളും ഉള്ളത്. നമുക്ക് തോന്നും
ആവുമെന്ന്. എന്തുകൊണ്ടാവില്ല? ചിലവരെല്ലാം നമ്മൾ റോഡിൽ പിച്ചക്കാരായിട്ടെല്ലാം കാണുന്നവർ കാണാൻ ഒരുമാതിരി കൈ പിടിച്ച് ഇരിക്കും. പക്ഷേ ഒന്ന് ബ്യൂട്ടി പാർലറെല്ലാം വന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇന്ന് ബ്യൂട്ടി പാർലറിൽ പോകുന്ന സ്ത്രീകളെ കട്ടിയും സുന്ദരിമാരായ ആൾക്കാരെ അക്കൂട്ടത്തിൽ കാണാൻ പറ്റും. പിച്ചക്കാരിലടക്കമുള്ള സ്ത്രീകളുണ്ടല്ലോ, ആ കറുത്ത് ഒരുമാതിരിയെല്ലാം ഇട്ട് നടക്കുന്നത്, അവർക്കെല്ലാം നല്ല സൗകര്യങ്ങൾ, കുളിക്കാനെല്ലാം ഉണ്ടാക്കി പൗഡറെല്ലാം പൂശിച്ചിട്ട് ഇതേമാതിരി വേഷം കെട്ടിക്കഴിഞ്ഞാൽ ഇന്ന് മേക്കപ്പ് നടക്കുന്ന പല സ്ത്രീകളെ കാട്ടിയും സുന്ദരിമാരായിരിക്കും അവർ. അതുകൊണ്ടാണ് പറയുന്നത്, വസ്ത്രങ്ങളും ആഭരണങ്ങളും മറ്റേയുള്ള എല്ലാം ഉണ്ടെങ്കിൽ എല്ലാവരും സുന്ദരിമാർ തന്നെയാണ്, സുന്ദരന്മാർ തന്നെയാണ്. അതുകൊണ്ട് തൂമിന്നലിൻ്റെ ശോഭയാർന്ന സ്ത്രീജനങ്ങളാലും മതജലത്തോടുകൂടി നിറയപ്പെട്ട മത്തഗജങ്ങളോടും ആനകളെപ്പറ്റി പണ്ടേ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആന എന്നൊരു ചന്തത്തിൻ്റെ പ്രതീകമായിട്ട് കാണണം. ആനയെ കാണുമ്പോൾ എല്ലാവരും നോക്കിപ്പോളൂ. അതുകൊണ്ട് അങ്ങനെ അത്തരത്തിലും നല്ല വിധം അലങ്കരിക്കപ്പെട്ട ഭടന്മാരും എല്ലാം നല്ല വിധം അലങ്കരിച്ചിട്ട് ഭയങ്കര ശോഭയിലാണുള്ളത്. കുതിരകളും സ്വർണ്ണത്തേരുകളെല്ലാം ഉണ്ട്. സ്വർണത്തിൻ്റെ തേരുകളെല്ലാം, തേരുകൾ എന്ന് പറയുമ്പോൾ വാഹനങ്ങൾ എന്ന നിലയിൽ എടുത്താൽ മതി. ഏതു സമയം ഇടതിങ്ങിയ തെരുവീഥികളെല്ലാം ഇടതങ്ങിയിട്ട് ജനങ്ങൾ അങ്ങനെ ആഘോഷിക്കുകയാണ്. പൂങ്കാവനങ്ങൾ, തോട്ടങ്ങൾ, പുഷ്പിച്ചു നിൽക്കുന്ന വൃക്ഷനിരകൾ, പ്രകൃതി സൗന്ദര്യം വിളഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. പ്രകൃതിയെ സംരക്ഷിക്കുന്ന ജനമാണ്. അവയിലെ വണ്ടുകളെല്ലാം അങ്ങനെ പാടിക്കുന്നു. ഇപ്പം വണ്ടൊന്നുമില്ല. കാരണം ഈ മരുന്ന് തെളിച്ചുകൊണ്ട് പൂവിലൊന്നും വണ്ടൊന്നും വരില്ല. വണ്ടയെല്ലാം തീർന്നു കഴിഞ്ഞിട്ടുണ്ടാകും ചിലപ്പോൾ. എല്ലായിടവും സർവ ശബ്ദമുഖരിതമായ ദ്വാരകയിൽ ഇരുന്നരുളുന്ന ഭഗവാൻ 16,000 പത്നിമാരോടും. അത് ഈ 16,000 പത്നിമാരോട് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു, വിഭിന്ന രൂപത്തിൽ കൃഷ്ണൻ വന്നിട്ടാണ് പത്നിമാരോട് കൊടുത്തത് ചോദിക്കുന്നത്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം എല്ലാ ഭർത്താക്കന്മാരും കൃഷ്ണനായിട്ട് കാണും. വിഭിന്ന രൂപത്തിൽ വന്നതാണ് ബാക്കിയുള്ള സ്ത്രീകളെല്ലാം. ഏകകാന്തനായി എല്ലാവർക്കും ഒരൊറ്റ കാന്തൻ. അപ്പം നമ്മൾ വിചാരിക്കുക അപ്പം കൃഷ്ണൻ ഒന്നല്ലേ ഉള്ളൂ, ഒരു കൃഷ്ണൻ തന്നെയല്ലേ എല്ലാവരോടും എത്തുന്നത്. അങ്ങനെയല്ല, ഇവിടെ പറയാം ഏകകാന്തനായി അത്രയും വിചിത്ര രൂപങ്ങൾ ധരിച്ച്, അത്രയും ഒരാളാണ് കൃഷ്ണൻ. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്യാണ്? വിചിത്ര രൂപങ്ങൾ ധരിച്ചിട്ടാണ് പ്രമോദായിട്ട് വന്നതും അങ്ങനെ തന്നെ. വിചിത്ര രൂപങ്ങൾ ധരിച്ച് കരിയെ, കൂവളം, കൗഗന്ധികം മുതലായ പൂക്കളോടുകൂടിയ ജലാശയ തീരങ്ങളും എല്ലാമായിട്ട് മധുരമായി പാടുന്ന പക്ഷിവൃന്ദങ്ങൾ. ഇതെല്ലാം പറയുക എന്ന് പറയുമ്പോൾ എന്താണ്? അത്രയും ആ ഗൃഹത്തിൽ രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന്. ഓരോ വീടുകളിലും പക്ഷികളെല്ലാം എല്ലാമായിട്ട് അങ്ങനെ രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഭരണത്തിൽ. കൃഷ്ണൻ ഉണ്ടാക്കിയ ലോകത്തിൽ. പൊയ്കക്കുള്ളിലെ ജലത്തിറങ്ങി മഹാവൈഭവശാലിയായ അവിടുന്ന്. അപ്പം കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ പുരുഷന്മാരെ എന്ന നിലയിലെടുക്കണം. സ്ത്രീജനങ്ങളാൽ ആലിംഗതനായി പുഴയിലെല്ലാം ഇറങ്ങിയിട്ട് ആലിംഗനം ചെയ്തിട്ട് ഇരിക്കുകയാണ്. അവരുടെ കൊങ്കത്തടങ്ങളിലെ കുങ്കുമം പുരണ്ട ശരീരത്തോടുകൂടി, കൊങ്കത്തടകത്തിലെ കുങ്കുമെല്ലാം അങ്ങയുടെ ശരീരത്തിൽ ആക്കിക്കൊണ്ടാണ് വിഹരിക്കുന്നത്. നമുക്ക് തോന്നും ഇതെല്ലാം ചുമ്മാ വെറുതെ എഴുതി വിട്ടയാണെന്ന്. അപ്പം കാര്യം മനസ്സിലായല്ലോ. ആ കാലഘട്ടത്തിലെ ജനങ്ങൾ, പുരുഷന്മാരും സ്ത്രീകളും എല്ലാം ഇതിൻ്റെ കാര്യമാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ജലത്തിലിറങ്ങിയെല്ലാം കളിക്കൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ സംശയം?
ഇന്ന് പണം സമ്പന്നമായ ഒരു വിഭാഗം ജനങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകളടക്കം, ചില പ്രൊഫഷണൽ നല്ലവണ്ണം ശമ്പളം കിട്ടും. ഈ അടുത്ത കാലത്ത് ഏതാ പ്രൊഫഷനൊന്നും ഞാൻ പറയുന്നില്ല. ചില പ്രൊഫഷണലുള്ളവർക്ക് കണ്ടമാനം പണം കിട്ടിയിട്ട് ആ പെൺകുട്ടികൾ പയ്യന്മാരോടൊത്ത് നമ്മളിന്ന് ബസ്സിലെല്ലാം പോകുമ്പോൾ കാണുന്ന സംഭവങ്ങൾ എന്താണെന്ന് ബസ്സിലൂട്ടി ഒന്ന് അത്തരം പണം കിട്ടുന്ന സ്ഥലങ്ങളിൽ ഒന്ന് നോക്കിയാൽ മതി. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ട്രെയിനിൽ വെച്ചെന്താണ് സംഭവിക്കുന്നത്? ബസ്സിൽ വെച്ചെന്താണ് സംഭവിക്കുന്നത്? സ്കൂളിലേക്ക് പോകുന്ന ബസ്സുകളിൽ ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അപ്പം പണം സൗഭാഗ്യം വന്ന് കയറുമ്പോൾ പിന്നെ എന്തേ ഉള്ളൂ? ധർമ്മം, അർത്ഥം, പിന്നെ കാമമാണ്. മനുഷ്യനെല്ലാം തികഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാമം മാത്രമേ ഉള്ളൂ. പണസമ്പാദനം അവിടെയില്ല. ഇവിടെ പണമുള്ള വിഭാഗമാണ് ഈ തരത്തിൽ ജീവിക്കുന്നത്. എന്തെല്ലാം കാട്ടിക്കൂട്ടുന്നത്, എന്തെല്ലാം ക്ലബ്ബുകളാണ്, അതിൻ്റെ അകത്തെല്ലാം നടക്കുന്ന സംഭവങ്ങളാണ്. അത്രയൊന്നും ഈ കൃഷ്ണനിടെ പറഞ്ഞിട്ടില്ല. കൃഷ്ണൻ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവർ കാണിക്കുന്നത് തന്നെയാണ്. പക്ഷേ ഇവിടെ ഞാൻ ആ ഉദാഹരണം പറഞ്ഞത്, പണം എല്ലാ സൗഭാഗ്യവും വന്നു കഴിയുന്നു. കൃഷ്ണന്റെ യുഗത്തിൽ എല്ലാ സൗഭാഗ്യമുണ്ട്. എല്ലാവരും തുല്യരാണ്. എല്ലാവരും സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് ഉന്നതിയിലാണ്. ശാസ്ത്രം അതിൻ്റെ ഏറ്റവും മാക്സിമത്തിലെത്തിയിരിക്കുന്ന കാലഘട്ടത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. മഹാഭാരത യുദ്ധത്തിന് ശേഷം ഒരു പുതിയ ഉണ്ടാകാൻ പോകുന്ന ലോകത്തിൽ അവിടെ ഉച്ചനീചത്വങ്ങളില്ല. ആരും ഇഷ്ടമുള്ള ഇഷ്ടമുള്ള പുരുഷന്മാരുമോടൊത്ത് തെരുവിലല്ല, ബസ്സിലല്ല, എവിടെയും പ്രായമുള്ളവരായാലും വേണ്ടിയില്ല, ആരുണ്ടായാലും അവരവരുടെ ലോകത്തിൽ കളിക്കും, രമിക്കും. ഇതാണ് ലോകം ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് പണക്കാരുടെ പണം കൈമലുള്ള മാക്സിമത്തിലെത്തിയവരുടെ കളികളാണ്. കുറേ പണം കൈമിൽ വരുമ്പോൾ പിന്നെ ഉള്ളത് ആ ഒരു യുഗമാണ്. ആ യുഗത്തിലേക്കാണ് പോകുന്നത്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, 4 യുഗങ്ങളിൽ. ആദ്യം ധർമ്മം. ഏത് കാലഘട്ടത്തിൽ? ഗോത്ര കാലഘട്ടത്തിൽ. അന്ന് ഋഷികൾക്കൊന്നും എന്തോന്നാ സൂഹിക്കാൻ അവിടെ കിടക്കുന്ന ഒരു ചുക്കുമില്ല. ഗുഹയിലോ മരങ്ങൾ കാട് പോലും മര്യാദയ്ക്ക് ഉണ്ടാവില്ല. ഇപ്പം താടിയും വളർത്തി വേദങ്ങൾ എഴുതി അധ്വാനിച്ച് നമ്മുടെ തലമുറയെ ഉണ്ടാക്കിയെടുക്കാനുള്ള പ്രയത്നത്തിൽ കുട്ടികളെ ഉണ്ടായിക്കൊണ്ട് അതിലുള്ള ഒരു ചടങ്ങിനാണ്. അപ്പം ധർമ്മം എന്നുണ്ടായിരുന്നു. പിന്നെ അർത്ഥമായി മാറി. കൊളോണിയലിസത്തിലും ഇപ്പോഴും അർത്ഥത്തിലാണ് നിൽക്കുന്നത്. പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നത്, പണത്തിന് വേണ്ടി. അപ്പോൾ അവിടെ സ്നേഹമില്ല, വികാരങ്ങളില്ല, സ്ത്രീകളെല്ലാം കച്ചവട ചരക്കുകളാണ്. വീട്ടുകാരാണ് പിടിച്ചു കെട്ടിക്കുന്നത്, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു പോകുക. പക്ഷേ അതെല്ലാം തച്ചുടച്ചിട്ടാണ് എല്ലാവരും തുല്യരാകുന്നു. അവരവരുടെ എല്ലാം രാഷ്ട്രം അതിനുള്ള ഭരണാധികാരികളെ എല്ലാവർക്കും എല്ലാ സൗഭാഗ്യം ഉണ്ടാക്കി കൊടുക്കുന്നു. അവർക്ക് അവരുടെ ഇഷ്ടമുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും അവർ രമിച്ചുകൊണ്ട് നടക്കുന്നു. രമിക്കാനല്ലാതെ ആ കാലഘട്ട ശാസ്ത്രമെല്ലാം നേടിക്കഴിഞ്ഞു, നേടേണ്ടതെല്ലാം എത്തിക്കഴിഞ്ഞു. വേദങ്ങളും ഇപ്പം ഇതിലൂടെ മനസ്സിലാക്കുമ്പോൾ പ്രപഞ്ചഘടനയും മനസ്സിലായി, ഈ ലോകത്തിലുള്ള എല്ലാ വിഷയങ്ങളും മനസ്സിലായി, രഹസ്യങ്ങളുമായി. പിന്നെന്താണുള്ളത്? രമിക്കുക അല്ലാതെ വേറെ ഇങ്ങനെ അവിടെ സ്വത്ത് സമ്പാദനം അതൊന്നും ഇല്ല. എല്ലാം രാഷ്ട്രം നോക്കിയാണ് തുല്യത. ഒരു കുടുംബത്തിലാണ് അതുപോലെ. അപ്പോൾ അവർക്ക് കാമം മാത്രമേ ഉള്ളൂ. പിന്നെ ആഘോഷികൾ ഈ ഒരു ലോകത്തിന് വേണ്ടിയാണ് കൃഷ്ണൻ ശ്രീഹരി 4 യുഗങ്ങളിലൂടെ പാടുപെട്ടുകൊണ്ട് ഈ അവസ്ഥയിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇന്ന് ട്രെയിനിൽ, ബസ്സുകളിൽ എല്ലാ നാട്ടിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ജീവിക്കുന്ന ചുറ്റുവട്ടത്തിൽ പണത്തിൻ്റെ നല്ല പണം സമ്പത്തും ഉള്ളവർ ഇപ്പോൾ സ്വതന്ത്രമായിട്ട് സ്കൂളിൽ കുട്ടികൾ എല്ലാം തന്നെ എങ്ങനെയാണ് പോകുന്നത്? ഒരു പെണ്ണും ഒരു ചക്കനും കൂടിയിട്ടാണ് ആദ്യം എടുത്ത് പോകുന്നത്.
പിന്നെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടു റോട്ടിൽ നിന്ന് തന്നെ നമ്മൾ ചെയ്യുന്നതെല്ലാം കാണുന്നുണ്ട്. പലവരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇത്രയും പറയാൻ കാരണം വല്ല ഗ്രാമത്തിലുള്ള വല്ലവരും ഇത് കാണുന്നുണ്ടെങ്കിൽ, സംശയമുണ്ടെങ്കിൽ ഇന്നത്തെ ഹൈ സൊസൈറ്റിയുള്ള പട്ടണങ്ങളിലേക്കൊന്ന് കയറി നോക്കിയാൽ മതി എന്താണ് സംഭവിക്കുന്നത്. പക്ഷേ അതെല്ലാം അധിഷ്ഠിതമായ ഒരു ചിന്താഗതിയാണ്, സ്നേഹത്തിലൊന്നുമല്ല. അവിടെയെല്ലാം പണം തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. പണമുള്ള പെൺകുട്ടികളിലെ പണമുള്ള പയ്യന്മാരുടെ പിന്നാലെ നടക്കുന്നതാണ്. ഇതല്ല, എല്ലാവരും തുല്യതയിലെത്തുകയാണ്. അപ്പോൾ പണത്തിൻ്റെ നോട്ടം കൊണ്ടിട്ട് ആരെയും പെണ്ണിന് പയ്യനെ നോക്കേണ്ട ആവശ്യമില്ല. അവരവർക്ക് ഇഷ്ടമുള്ളത് ഏതിനെയും സെലക്ട് ചെയ്യുന്നു, അവരവരുടെ വാതിയിൽ രമിക്കുന്നു. ആ കാലഘട്ടത്തിൽ രമിക്കലാണ്. അങ്ങനെയൊരു ലോകമാണ് കൃഷ്ണൻ വിഭാവനം ചെയ്തിരിക്കുന്നത്. അതിലേക്കാണ് എത്തുന്നത്. അപ്പോഴെന്തെല്ലാമാണ്? പൊയ്കക്കുളത്തിലെ ജലത്തിലിറങ്ങി മഹാവൈഭവശാലിയായി അവിടുന്ന് ശ്രീജനങ്ങളാൽ ആലിംഗിതനായ സ്ത്രീകളെ വെള്ളത്തിൽ നിന്ന് ആലിംഗനം ചെയ്യുകയാണ്. അവിടെ അവരുടെ പൊങ്കത്തടങ്ങളിലെ കുങ്കുമം പുരണ്ട ശരീരത്തോടു കൂടിയവരായി വിവരിച്ചു. മൃദംഗം, വീണ മുതലായ വാദ്യങ്ങൾ. ഈ വാദ്യങ്ങളൊന്നുമില്ലേ? നൈറ്റ് ക്ലബ്ബ്, ചില ക്ലബ്ബുകളെല്ലാം ഉണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ആ സിനിമയിലെങ്കിലും കണ്ടൂടെ? അവിടെയൊന്നും കണ്ടിട്ടില്ലെങ്കിൽ സിനിമ കണ്ടാൽ അങ്ങനത്തെ സിനിമകൾ ഇറങ്ങുന്നുണ്ട്. അത് വായിക്കുന്ന ഗന്ധർവന്മാര്, സൂതന്മാർ, ബന്ദികൾ മുതലായവർ സ്തുതി പാഠകരായും സന്തോഷത്തോടെ കൃഷ്ണനെ ആ കാലഘട്ടത്തെ പാടിപ്പുകഴ്ത്തും. കൃഷ്ണനെ എന്ന് പറഞ്ഞാൽ ആ കൃഷ്ണനാണല്ലോ ആ ലോകം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനെ പാടിപ്പുകഴ്ത്തി ആഘോഷിച്ച് നടക്കുകയാണ്. ഈ നിർവികാരനായ ശ്രീകൃഷ്ണൻ, യഥാർത്ഥ കൃഷ്ണൻ നിർവികാരനാണ്, പക്ഷേ കാലത്തിലൂടെ ആക്ട് ചെയ്യുകയാണ്. പൊട്ടിച്ചിരിക്കുന്ന ലലനാമണികളുടെ പീച്ചാക്കുഴലാൽ വെള്ളം ചീറ്റിക്കൊണ്ടും. അപ്പം സ്ത്രീകളെല്ലാം കൃഷ്ണൻ്റെ നേരെ, പുരുഷന്മാരുടെ നേരെ, ഭർത്താക്കന്മാരുടെ നേരെ ഇത് ചീറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് ചീറ്റിക്കൊണ്ടിരിക്കുന്നൊന്നും വേണ്ട. വേണ്ട സിനിമയിൽ പുറത്ത് നടന്നു കഴിഞ്ഞാൽ വേറെ എന്തെല്ലാമാണെന്ന് കാണാം. ഇത് ചീറ്റിയ വെള്ളം ചീറ്റിയേ ചെയ്യുന്നു. പകരം അങ്ങോട്ടും വെള്ളം ചീറ്റിയും യക്ഷസ്ത്രീകളോട് യക്ഷരാജാവ് എങ്ങനെ ക്രീഡിച്ചുവോ പോലെ ക്രീഡിച്ചുവോ അങ്ങനെ തുറന്നിട്ട് അതുപോലെ ക്രീഡിച്ചു എന്നാണ് പറയുന്നത്. നനഞ്ഞ ഉടുവസ്ത്രത്താൽ വെള്ളത്തിലും. നനഞ്ഞ വസ്ത്രം പോലും ഇല്ലല്ലോ. കോവളത്തിലെ നമ്മളറിയാലോ, വിദേശികൾ പണമെല്ലാം അങ്ങ് സുഭിക്ഷയിലെത്തുമ്പം രണ്ടുപേരെല്ലാം ഇങ്ങ് കയറി വരും. നനഞ്ഞ ഉടുവസ്ത്രത്താൽ സ്പഷ്ടീഭവിച്ച തുടകളാലും, ഇവിടെ വസ്ത്രം പോലും ഇല്ലാതെയാണ് ചിലത്, സ്തനത്തടങ്ങളാലും, വസ്ത്രം തന്നെപ്പോൾ എല്ലാം. അതിപ്പം ചില പേര് നടക്കുന്ന കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നീണ്ട മുടിയിൽ നിന്നും മുതിർ വീഴുന്ന പുഷ്പങ്ങളാലും വെള്ളം തേവിക്കൊണ്ടിരിക്കുന്ന അവർ പിച്ചാക്കുഴലിൽ തട്ടിപ്പറിക്കുവാൻ ശ്രമിക്കുന്ന വാഞ്ചനയോടെ ഭർത്താവിൻ്റെ ആശ്ലേഷമേറ്റ് മന്മഥ വികാരത്താൽ ശോഭനമായ മുഖത്തോടു കൂടിയവരായി വായിക്കുന്നു. പിച്ചാങ്കുഴൽ പിടിച്ചെടുക്കാൻ സിനിമയിൽ കണ്ടിട്ടില്ലേ? നായകൻ എൻ്റെ പിച്ചാക്കുഴൽ അവള് തട്ടിക്കൊണ്ടുപോകും. നായകൻ പിന്നാലെ ഓടിച്ച് പിച്ചാങ്കുഴൽ എടുത്ത് കഴിഞ്ഞാൽ പിച്ചാങ്കുഴൽ എന്നിവിടെ പറഞ്ഞായിരിക്കും വേറെ എന്തെങ്കിലും ആയിരിക്കും, മൊബൈലോ വേറെ എന്തെങ്കിലും ആയിരിക്കും. എന്നിട്ട് പിന്നെ അവിടെ പറ്റി കെട്ടിപ്പിടിക്കുന്നയാളെ സിനിമ കണ്ടിട്ടില്ല. അതെല്ലാം തന്നെ ഇവിടെ പറഞ്ഞു വെക്കുന്നു. അങ്ങനെ ജനങ്ങളങ്ങ് ജീവിക്കുകയാണ് ഈ കാലഘട്ടം വരുമ്പോൾ. കാരണം ദാരിദ്ര്യമില്ല, ദുഃഖമില്ല. ബാക്കി ഇപ്പോഴത്തെ നമ്മളെ കാര്യം എന്താണെന്ന് വെച്ചാൽ എങ്ങനെ 10 പൈസ ഉണ്ടാക്കാൻ വരും, അടുത്ത രാത്രിയത്തെ ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെ ആരപ്പിഴിഞ്ഞിട്ട് എന്തുണ്ടാക്കാൻ പറ്റുമെന്ന് വെച്ചിട്ട് തലക്ക് മത്തടിച്ച് കിടക്കുകയാണ്. ലോണ്, കടങ്ങൾ എന്തെല്ലാമാണ്. ഇതെല്ലാം വീട്ടണ്ടേ?
ഇതൊന്നുമില്ല. എല്ലാം സുഭിക്ഷമായ ഒരു വ്യവസ്ഥിതി, ഒരു കുടുംബത്തിൻ്റെ വ്യവസ്ഥിതി. അവിടെ ലോൺ എടുക്കുക ഇതൊന്നും ആവശ്യമില്ല. അങ്ങനെ ഒരു വ്യവസ്ഥിതിയാണ്. അതെല്ലാം കൃഷ്ണൻ ഭാവനയിൽ കണ്ടുവച്ചിട്ടുണ്ട്. അത് എവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്? ലോകത്തിൻ്റെ ഒരു വശത്ത് യദുവംശത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ കഥയാണ് ഇവർ പറയുന്നത്. കൂടിയവരായി ഭവിച്ചു. ശ്രീകൃഷ്ണനാകട്ടെ അവരുടെ സ്ഥലങ്ങളിലുള്ള കുങ്കുമം പറ്റിച്ചേർന്ന മാലകൾ അണിഞ്ഞും, അവരുടെ അവിടെയുള്ള പറ്റിച്ചേർന്ന മാല എടുത്തിട്ട് കൃഷ്ണൻ അണിയുകയാണ്. ക്രീഡാദി ക്രീഡാഭിനിവേശത്താൽ വീണ്ടും വീണ്ടും വെള്ളം തേടിക്കൊണ്ടും, ഇതെല്ലാം സിനിമകൾ കാണുന്ന വെള്ളം തേവി കളിക്കുന്നതല്ല. ആ യുവതികൾ ഒപ്പത്തിനൊപ്പം തന്നെ നിന്നുകൊണ്ടു. പുരുഷന്മാർ കാണിക്കുന്നതിനെ ഒപ്പത്തിനൊപ്പം കാണിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. പിടിയാനകളാൽ പരിവൃതനായ ഗജരാജൻ എന്ന പോലെ രമിച്ചു. ഇവിടെ രമിക്കാനേ ഉള്ളൂ. ധർമ്മം അർത്ഥം കഴിഞ്ഞു. ഇനി കാമമാണുള്ളത്. ഈ ഒരു ലോകത്തിന് വേണ്ടിയാണ് കൃഷ്ണൻ പാടുപെട്ടത്, ഇങ്ങനെയുള്ളൊരു ലോകം ഉണ്ടാക്കാൻ. എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ള ഭാര്യമായി സല്ലപിച്ച് കുറച്ചു കാലം സുഖിക്കുക. പിന്നെ പ്രളയം വരും, എല്ലാം കൂടി അടിച്ചു പൊളിക്കും. പിന്നെ ആദ്യം കാട്ടുനിന്ന് തുടങ്ങണം. എന്നിട്ട് വേണം ഈ അവസ്ഥയിലേക്ക് എത്താൻ. നമ്മൾ ഇങ്ങനെയുള്ളൊരു ലോകത്തിലേക്കാണ് പോകുന്നത്. ഇന്നുള്ള സമൂഹത്തിൽ പണം ഇന്ന് ഏകദേശം സയൻസ് എല്ലാം എത്തിയിട്ടുണ്ട്. സയൻസ് എല്ലാം ഉന്നതിയിലെത്തിയിട്ടുണ്ട്. ഇനി അറിയാനുള്ളത് ഈ പരാസയൻസ് മാത്രമാണ്. അപരാസയൻസ് എല്ലാം ഏകദേശം എല്ലാം അറിഞ്ഞിട്ടുണ്ട്. പരാസയൻസ് എന്ന് പറയുന്നത് ബ്രഹ്മത്തെ പറ്റിയാണ്. ഇപ്പം വേദത്തിലൂടെ പുറത്തേക്ക് വരുന്നുമുണ്ട്. കുരുക്ഷേത്രത്തിലെ പക്ഷികളുടെ മുട്ട വിരിഞ്ഞിട്ട് യുദ്ധം നടക്കുന്ന കാലഘട്ടം, നമ്മളിപ്പോൾ യുദ്ധത്തിൻ്റെ സമയത്തല്ല, ആ പക്ഷികൾ പാടുന്നുണ്ടെന്ന് പണ്ട് പറഞ്ഞു വെച്ചല്ലോ. ആ പക്ഷികളെ പാടാൻ തുടങ്ങിയിട്ടുണ്ട് വേദത്തിൽ. അപ്പം പ്രപഞ്ചഘടനയെല്ലാം ഈ വേദത്തിലൂടെയും മനസ്സിലായി. ഇനി മനസ്സിലാകാൻ എന്തിരിക്കുന്നത്? എല്ലാം സുഭിക്ഷമാണ്. ആളെല്ലാം കുറേ മരിച്ചിട്ടുണ്ട്. 3-4 ലോകമഹായുദ്ധം കഴിയുമ്പോൾ കുറേ എണ്ണം ചത്തിട്ടുമുണ്ട്. പിന്നെ ബാക്കിയുള്ളവർക്ക് സുഖിക്കാൻ എവിടെയെല്ലാം ഉണ്ട്. അത് കുറച്ച് കാലം കൊണ്ട് നല്ല സുഖത്തിൽ ജീവിക്കാം. അപ്പോഴാണ് ഇങ്ങനെ ആടിപ്പാടി നടക്കുന്നത്. ഇനി 12. നർത്തകന്മാരും നർത്തകികളും ഗീതം, വാദ്യം എന്നിവ കൊണ്ട് ഉപജീവനം കഴിക്കുന്നവരും. അപ്പം കലാകാരന്മാരുണ്ട് അവിടെ. ഗീതം കൊണ്ടും വാദ്യം കൊണ്ടും ഉപജീവനം, നർത്തനം കൊണ്ടും എല്ലാം കാര്യം നടത്തുന്നവർ, ഉപജീവനം അവർ ചിലവർ കലാകാരന്മാരാണ്. കലയിൽ താല്പര്യമുള്ളവർക്ക് ആ തരത്തിൽ പോകാം. ഇന്ന് നമ്മളെ മക്കളെ ഒരു നല്ല പാടാൻ കഴിവുണ്ടെങ്കിൽ നീ പാടിയൊന്നും വേണ്ട, നീ സ്കൂളിൽ പോയിട്ട് ABCDEFG പഠിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ട്യൂഷനും ABCDക്കും ട്യൂഷൻ വെക്കും. കലയല്ല അവിടെ കിടക്കുന്നു. കാരണം കലയും കൊണ്ട് ജീവിച്ചാൽ തെണ്ടിപ്പോകും. പിന്നെ ട്രെയിനിൽ പാടിക്കൊണ്ട് പാത്രവുമായിട്ട് നടക്കേണ്ടി വരും. പക്ഷെ അവിടെ അതല്ല. കലാകാരന്മാരെ, കളിക്കാൻ കഴിവുള്ളവരെ അതേതായ ലെവലിൽ അവർക്ക് വരാം. അവർക്ക് സമൂഹത്തിൽ അംഗീകാരമുണ്ട്. എല്ലാവർക്കും ജീവിക്കാനുള്ള അവസരമുണ്ട്. അവരവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുക. ഇപ്പം നർത്തകന്മാരും നർത്തകികളും ഗീതാവാദ്യം എന്നിവ കൊണ്ട് ഉപജീവനം ചെയ്യുന്നവരും അവരവിടുത്തെ ശ്രീകൃഷ്ണൻ ക്രീഡയ്ക്ക് വേണ്ടി താൻ ധരിച്ച വസ്ത്രങ്ങളും മറ്റും അവർക്ക് ദാനം ചെയ്തു. കലാകാരന്മാർക്ക് കൃഷ്ണൻ്റെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചിട്ട് കൊടുത്ത് ധരിക്കാൻ വേണ്ടിയിട്ട്. എല്ലാ വസ്ത്രവും അല്ല, കുറേ എല്ലാം എടുത്ത് കൊടുത്തു. കാരണം കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ പത്നിമാരും അത് പ്രകാരം ചെയ്തു. ശ്രീകൃഷ്ണൻ്റെ പത്നിമാരും സ്ത്രീകളും എല്ലാം ചെയ്തു. എല്ലാവരും പരസ്പരം കലാകാരന്മാരും എല്ലായിട്ട് ആഘോഷിക്കുന്ന ഒരു ലോകം. ഇപ്രകാരം നമ്മൾ ചിന്തിക്കും ഇങ്ങനെയല്ല ഒരു ലോകം വരുമോ? ലോകം വരും. അതിനാണ് ഞാൻ ഉദാഹരണം പറഞ്ഞത്. പണം കൈമേൽ കുന്നുകൂടിയിരിക്കുന്ന ഒരു വിഭാഗം ഇങ്ങനെയെല്ലാം തന്നെയാണ് ഇപ്പം കാട്ടിക്കൂട്ടുന്നത്. പൊതുസ്ഥലത്ത് വെച്ച് തന്നെയാണ് രമിക്കുന്നത്.
അങ്ങനെ ഒരു ലോകമാണ്. അതാണ് ശരിയായി. ഈ നമുക്ക് ഈ എല്ലാം വ്യത്യാസം തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മൾ ജാതി മതം എല്ലാം തരംതിരിച്ചിട്ട് ജനങ്ങളെ തല്ലിച്ചിട്ട് പരസ്പരം വിദ്വേഷം, ഒരുത്തന് ഇഷ്ടപ്പെട്ട വേറെ ജാതിയായി പോയാൽ പിന്നെ നാട്ടുവിചാരം, കാട്ടിക്കൂട്ടൽ, എന്തെല്ലാമാണ് വീട്ടുകാരെ പ്രശ്നങ്ങൾ. ഇതങ്ങനെയല്ല. എല്ലാവരും ഒരു കുടുംബസമായിട്ടുള്ളൊരു വ്യവസ്ഥിതി വന്നാൽ ആരും ആരെയും കല്യാണം കഴിക്കാൻ സുഖമായിട്ട് പോകാം. അതൊന്നും നമ്മൾ ആ നിലയിലൊന്നും നമ്മളെ ചിന്ത പോയിട്ടില്ല. നമ്മൾ ഇടുങ്ങിയ ഗോത്ര കാലഘട്ടത്തിൻ്റെ സന്തതികളാണ്. പക്ഷെ വരാൻ പോകുന്ന ലോകം ഇങ്ങനെയല്ല. അതിനുള്ള തുടക്കം ഞാൻ പറഞ്ഞു, പണവും സുഭിക്ഷതയുള്ളവരിൽ നിന്ന് അത് കാണുന്നുണ്ട്. പക്ഷേ ഈ ലോകം മുഴുവൻ ഇങ്ങനെയാകാൻ പോവുകയാണ്. ഇവിടെ ഉച്ചനീച്ചോ അതെല്ലാം ഉണ്ട്. ഇപ്രകാരം വിഹരിച്ചു കൊണ്ടിരിക്കുന്ന കൃഷ്ണന്റെ നടത്തം, സംഭാഷണം, നോട്ടം, പുഞ്ചരി എന്നിവയാലും ഹാസ്യവിനോദങ്ങളാലും ആശ്ലേഷണങ്ങളാലും പത്നിമാരുടെ അന്തഃകരണങ്ങൾ അപഹൃതങ്ങളായി. അപ്പോഴാണ് സ്ത്രീകളെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. സ്ത്രീകളാണ് യഥാർത്ഥത്തിൽ ദാമ്പത്യത്തിൻ്റെ അവർ പ്രതീക്ഷിച്ച തരത്തിലുള്ള ഒരു ജീവിതം ആ കാലഘട്ടത്തിലാണ് കിട്ടുന്നത്. ഇന്ന് എന്ന് പറഞ്ഞാൽ പണത്തിൻ്റെ ആർത്തി പിടിച്ച് നടക്കുന്ന പുരുഷന്മാരെയും പറഞ്ഞിട്ട് കുറ്റമൊന്നുമില്ല. കടവും അതും ഇതുമെല്ലാം ആയിട്ട് തലക്ക് ഭ്രാന്തടിച്ച് നടക്കുമ്പോൾ എങ്ങനെയാണ് കാമവികാരങ്ങൾ ഉണ്ടാകുന്നത്? എല്ലാവരും പണത്തിന് വേണ്ടി ആർത്തി പിടിച്ച് നടക്കുകയാണ്. പിന്നെ എവിടെയാണ് കാമം? കെട്ടുന്നത് തന്നെ പണത്തിന് വേണ്ടിയാണ്. ഉള്ള സത്യം അതിൽ ഉള്ള കാര്യങ്ങളാണ്. പിന്നെ എങ്ങനെയാണ് അതിൻ്റെ അകത്ത് സ്നേഹം വരുന്നത്? അപ്പം അടിസ്ഥാനപരമായ നമ്മുടെ ആ രീതികൾ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട്. എന്നാൽ എല്ലാവരും തുല്യരായി കഴിഞ്ഞ ഒരു സമൂഹത്തിൽ ഇതൊന്നും അല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ നമ്മളതായ ലോകത്തിൽ ആടിപ്പാടി സ്വതന്ത്രമായി ആരും ഒരു പൂച്ചു വിലങ്ങില്ല. ഇനി ആരും ആരെയും ചൂഷണം ചെയ്യാൻ ആ ചിന്താഗതിയുള്ളവരെ തടുക്കുക തന്നെ. അതിവിടെ പറഞ്ഞു വെക്കരുന്നുണ്ട്. അവസാനം നമുക്കവിടെ കാണാം. ശ്രീകൃഷ്ണനിൽ മാത്രം ചിത്തം ഉറപ്പിച്ചവരായി ആ താമരക്കണ്ണനെ ധ്യാനിച്ചുകൊണ്ട് അല്പനേരം മൗനം കൊണ്ട് പിന്നെ ഭ്രാന്ത് പിടിച്ചവനെ പോലെ അന്തമില്ലാത്ത ചിലത് പറഞ്ഞു. ആ വാക്കുകൾ കേൾക്കുക. സ്ത്രീകളെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ജീവിതം അപ്പോഴാണ് ആസ്വദിക്കുന്നത്. കാരണം സ്ത്രീകളാണ് ഇതുവരെ ഈ കാലഘട്ടത്തിന് മുൻപ് വരെ സ്ത്രീകൾ ഒരുവരെ കച്ചവട വസ്തുക്കളാണ്, സുഖഭോഗ വസ്തുക്കളായിട്ടും കച്ചവട വസ്തുക്കളായിട്ടാണ്. അല്ലാതെ അവരുടെ മനസ്സിനൊന്നും ഒരു അംഗീകാരവുമില്ല. അവരൊരു കച്ചവട വസ്തുക്കളായിട്ട്, അടിമകളായിട്ട്, തരം താണവരായിട്ട്, ആർത്തവം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകട്ടം പ്രശ്നമാണ്. ഇങ്ങനെയെല്ലാം വകതിരിച്ച് കാണുന്ന ഒരു സമൂഹമാണ് ഇന്നുള്ളത്. എന്നാൽ സ്ത്രീകൾ ആഘോഷിക്കും. എവിടെ ഏതൊരു നാട്ടിൽ സ്ത്രീകൾ സന്തോഷത്തോടെ ഇരിക്കുന്നു, അതാണ് ആ രാഷ്ട്രത്തിൻ്റെ ഐശ്വര്യം. ഏതൊരു രാഷ്ട്രത്തിൽ സ്ത്രീകൾ മാന്യമായി സന്തോഷത്തോടു കൂടി അവർ ജീവിക്കുന്നുവോ ആ രാഷ്ട്രമാണ് ഏറ്റവും പുരോഗമിച്ച രാജ്യം. അതുകൊണ്ട് സ്ത്രീകളെ നോക്കിയാൽ ആ സമൂഹത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കാം. അപ്പം അവർ പറയുകയാണ്, നമുക്ക് എന്താണ് പറയുന്നതെന്ന് ഓരോന്നായിട്ട് നോക്കാം. ഇനിയുള്ളതിൽ ഓരോ ആൾ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ കമൻസ് അടിക്കുകയാണ്. നമുക്കത് നോക്കാം. ഇപ്പം പല മഹിഷിമാർ, കൃഷ്ണൻ്റെ ഭാര്യമാർ, അതായത് സ്ത്രീകൾ പറയുന്ന ഭർത്താക്കന്മാരെ കാണാതിരിക്കുമ്പോഴുള്ള തരത്തിലുള്ള പറച്ചിലുമാർ ഇവിടെ ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയാണ്. അത് പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നതായിട്ട് കണ്ടാൽ മതി. അപ്പം യഥാർത്ഥത്തിൽ ഇതൊരു കാവ്യരൂപത്തിലുള്ളൊരു വർണ്ണനയാണ്. കവികൾ അവരുടെ എഴുതാനുള്ള ആ ഒരു കഴിവുണ്ടല്ലോ വർണ്ണിക്കുന്നതിൽ, അത് വേദവ്യാസൻ ഇവിടെ പ്രയോഗിക്കുകയാണ്. നമ്മൾ ഇന്നുള്ള കവികളെല്ലാം വർണ്ണിക്കുന്ന ഇപ്പം വീണ പൂവേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വർണ്ണിക്കുന്ന കണ്ടിട്ടില്ല.
അതുപോലെയുള്ളൊരു അവസ്ഥയിലേക്ക് വേദവ്യാസനും മാറുകയാണ്. ഓരോ കുമാരിമാര് പറയുന്ന വാക്കുകൾ ആയിട്ട് ചിത്രീകരിച്ചുകൊണ്ട്. അപ്പം വേദവ്യാസം എന്നെല്ലാം പറഞ്ഞ് ഒന്ന് ചിന്തിച്ചു നോക്കും. സയൻസിൽ പ്രപഞ്ച രഹസ്യം മുഴുവൻ അറിയാവുന്ന വ്യക്തി, കലാപരമായും എല്ലാം കഴിവുള്ളവരാണ്, ഭാഷയിലെല്ലാം കലക്കി കുടിച്ചവരാണ്, വർണ്ണിക്കുന്നതിലെല്ലാം അവരുടെ കഴിവ് പ്രകടമാക്കുകയാണ് ഇവിടെ ഇതിലൊക്കെ ചെയ്യുന്നത്. കാരണം എല്ലാ നിലയിലും ശോഭനമായ ഒരു ലോകമാണ് അവസാനം ആ പ്രളയത്തിൻ്റെ മുമ്പിൽ ഉണ്ടാകാൻ പോകുന്നത്. ഇവിടെ ചില കരയുന്ന പക്ഷികളെ, രാത്രികാലങ്ങളിൽ കരയുന്ന ചില പക്ഷികളെ ചൂണ്ടിക്കൊണ്ട് അവരോട് പറയുന്ന മാതിരി ചില മഹിഷിമാർ പറയുക. മഹിഷി എന്ന് പറഞ്ഞാൽ ഭാര്യമാരായിട്ട് എടുക്കണം. രാത്രികാലങ്ങളിൽ കൃഷ്ണൻ ബോധമില്ലാതെ ഉറക്കാലം നടന്ന് കിടന്നുറങ്ങുമ്പോൾ ഞങ്ങളിരുന്ന് കരയുന്നത് പോലെ, അതായത് അദ്ദേഹം ഉറങ്ങുമ്പോൾ നമുക്ക് വിഷമാണ്, അങ്ങനെ ഇരുന്ന് കരയുന്നത് പോലെ നീയും അതുകൊണ്ടാണോ ഇരുന്ന് കരയുന്നത് എന്ന് ചോദിക്കുകയാണ്. ഇതാണ് ഒരു വർണ്ണന. 16 ചക്രവാക പക്ഷിയോട് പറയുകയാണ്, നീ രാത്രി മുഴുവൻ കണ്ണടച്ചിരിക്കുന്നു, ദയനീയമായി ഇടയ്ക്കിടെ കരയുന്നു. ചക്രവാക പക്ഷികൾ രാത്രി കണ്ണടച്ച്, അതിനെല്ലാം സ്വഭാവം പ്രകൃതി വർണ്ണനയെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. നീ രാത്രികാലങ്ങളിൽ കണ്ണടച്ചിരിക്കുന്നു, ദയനീയമായി ഇടയ്ക്കിടെ കരയുന്നു. അയ്യോ കഷ്ടം, കാണപ്പെടാത്ത കൂട്ടുകാരനോട് കൂടിയവളായി പോയി എന്നോ. ഒരുപക്ഷെ ഞങ്ങളെപ്പോലെ നീയും ദാസീഭാവത്തെ പ്രാപിച്ചോ. അപ്പം ദാസിമാരായത് കൊണ്ടാണോ, പലരും മനസ്സിലായി നമ്മൾ ദാസിമാർ, അതുകൊണ്ടാണ് കൃഷ്ണൻ നമ്മളുടെ അടുത്ത് വരാത്തത്, ദാസിമാരായതുകൊണ്ട്. അതുകൊണ്ട് നിന്നെയും ദാസിയായിട്ട് നിന്റെ പ്രിയതമൻ കണ്ടിരിക്കുകയാണോ. പിന്നെ ഭഗവാന്റെ തൃപ്പാദത്തിൽ ചാർത്തിയ പൂമാല തലമുടിയിൽ ചൂടാൻ കൊതിക്കുകയാണോ. കൃഷ്ണനെ കിട്ടിയിട്ടില്ലെങ്കിൽ ആ കൃഷ്ണന്റെ തൃപ്പാദത്തിലെ പൂമാലയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു, അത് തലമുടിയിൽ ചൂടി നടക്കാൻ വേണ്ടിയിട്ട്. അവരുടെയെല്ലാം ഓരോ വികാരങ്ങൾ പ്രകടിപ്പിക്കും. ഇവിടെയെല്ലാം കാമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ആ കാലത്തിൽ കാമേ ഉള്ളൂ, അല്ലാതെ ശാസ്ത്രം കണ്ടെത്താനൊന്നുമില്ല, ഗവേഷണം നടത്താനൊന്നും കാര്യമില്ല, പണം ഉണ്ടാക്കേണ്ട താല്പര്യമില്ല. എല്ലാവരും കുടുംബത്തിലെ പോലെ സന്തോഷിച്ചാണ്. പിന്നെ എന്താണുള്ളത്? കാമം മാത്രമേ ബാക്കിയുള്ളൂ. ധർമ്മമില്ല, അർത്ഥമില്ല, അർത്ഥത്തിലൊന്നും താല്പര്യമില്ല. പിന്നെ കാമന്മാർ, അങ്ങനെയുള്ളൊരു ജീവിതത്തിൽ കാമം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ മോശം പ്രാപിക്കും. അതും കടന്ന് മതിയാവുമ്പോഴാണ് പിന്നെ മോശത്തിലേക്ക് പോകുന്നത്. 17 അല്ലയോ വൻ കടലേ എന്ന് പറഞ്ഞുകൊണ്ട് കടലിനെ നോക്കിയിട്ട് പറയുകയാണ്, ഉറക്കം കിട്ടാത്തവനായി ഉറക്കം വരാതെ ഏത് നേരവും അലറിക്കൊണ്ടിരിക്കുകയാണ്. കടൽ എന്താ ചെയ്യുന്നത്? ഏത് നേരവും രാത്രി ഉറക്കം കിട്ടാതെ എങ്ങനെ അലറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നീയും കൃഷ്ണനിൽ നിന്നും അപഹരിച്ച ധൈര്യഗംഭീരാദികളായ ഗുണങ്ങളോടുകൂടി ഞങ്ങളെ പ്രാപിച്ച ദുഷ്കരമായ അവസ്ഥയെ പ്രാപിച്ചു. അതായത് കൃഷ്ണനിൽ നിന്നും കിട്ടുന്ന, കൃഷ്ണനെല്ലാം ഉണ്ട് ആ ധീരതയെല്ലാം, അതെല്ലാം അവനിൽ നിന്നും അപഹരിച്ചിട്ട് ആ ശക്തി വെച്ചാണോ നിങ്ങളിങ്ങനെ രാത്രി അലറിക്കൊണ്ട് ഇരിക്കുന്നത്? കാലം തന്നെയാണല്ലോ അതിന് ആ ശക്തി കൊടുത്തിരിക്കുന്നത്. ഇനിയോ 18 അല്ലയോ വാർത്തിങ്കളോട് പറയുകയാണ്, ശക്തിയായ ക്ഷയരോഗത്താൽ നീ ക്ഷീണിതനായി തൻ്റെ കിരണങ്ങളാൽ ഇരുട്ടിനെ നശിപ്പിക്കാതിരിക്കുകയാണോ. വാർത്തിങ്കൾ ക്ഷയിച്ചു പോയിരിക്കുകയാണ്. തിങ്കളിന് ബലം കൂടിയും വരും കുറഞ്ഞും വരും. ഈ ദിവസം ക്ഷയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ശക്തിയായ ക്ഷയരോഗത്താൽ നീ ക്ഷയരോഗം പിടിച്ച് ക്ഷയിച്ചിരിക്കുകയാണ്.
ക്ഷയരോഗം പിടിക്കുമ്പോഴാണല്ലോ ആണിങ്ങനെ വലിഞ്ഞ് വരും. അതുമാതിരി ചന്ദ്രനും എന്തായി പോയി ക്ഷയരോഗം പിടിച്ചിരിക്കുക. വേദവ്യാസൻ്റെ ആ ഗുഹയിൽ ഇരുന്നിട്ടുള്ള ഭാവനകളാണ് ഇവിടെ പറഞ്ഞിട്ട് നീ ക്ഷയരോഗത്താൽ നീ ക്ഷീണിതനായി തൻ്റെ കിരണങ്ങളാൽ ഇരുട്ടിനെ നശിപ്പിക്കാതിരിക്കുകയാണ്. എന്നിട്ട് വേണ്ട ഇരുട്ടിനെയൊന്നും നശിപ്പിക്കേണ്ട, ഇരുട്ടത്തിരിക്കാമെന്ന് വെച്ചിരിക്കുകയാണ്. അതല്ല, നീയും ഞങ്ങളെപ്പോലെ കൃഷ്ണനാൽ ചൊല്ലപ്പെട്ട രഹസ്യങ്ങളെ മറന്ന് സ്ഥിതി ചെയ്യുകയാണ്. കൃഷ്ണൻ നമ്മളെ കുറേയെല്ലാം ഉപദേശിച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം മറന്നിട്ട് നമ്മളും സ്ഥിതി ചെയ്യുകയാണ്. ഒരുമാതിരി കൃഷ്ണൻ നല്ല ഉപദേശങ്ങളെല്ലാം കൊടുത്തിട്ടില്ല. ജീവിതത്തിൻ്റെ ലക്ഷ്യം ബ്രഹ്മസാക്ഷാത്കാരമാണ് എന്ന തരത്തിലുള്ള ഇതെല്ലാം മിഥ്യയാണ് എന്നെല്ലാം. അതെല്ലാം മറന്നിട്ട് ഒരുമാതിരി പകച്ച് ക്ഷയിച്ച് മനസ്സുരുകിയിരിക്കുകയാണ്. അപ്പം ഇവരങ്ങനെ ഉരുകിയിരിക്കുകയാണ്. ഇനി 19. അല്ലയോ തേൻ കാറ്റേ, കാറ്റടിക്കുന്നു നല്ല തേനിൻ്റെ മധുരത്തോടുകൂടി, ഞങ്ങൾ നിനക്ക് ഏത് അനിഷ്ടം ചെയ്തു? ഞങ്ങൾ നിന്നോട് എന്ത് അനിഷ്ടമാണ് ചെയ്തത്? നിന്നോട് നമ്മളൊരു കുറ്റവും ചെയ്തിട്ടില്ലല്ലോ. കൃഷ്ണന്റെ കടക്കണ്ണാൽ തകർന്നുപോയ ഞങ്ങളുടെ ഹൃദയത്തിൽ കാമവികാരത്തെ നീ പ്രോത്സാഹിപ്പിക്കുകയാണ്. കൃഷ്ണൻ ഇവിടെ അടുത്തൊന്നുമില്ല, എങ്കിലും ഈ തേങ്കാറ്റടിക്കുമ്പോൾ ഇവർക്കെന്തുണ്ടാകുന്നുണ്ട്? കാമവികാരങ്ങൾ ഉണ്ടാവുകയാണ്. ഇനി 20. അഴകാർന്ന കാർമേഘത്തോട് പറയുകയാണ്, നീ യദൂത്തമൻ്റെ ഉറ്റ ചങ്ങാതിയാണ്, സംശയമില്ല. കാരണം നീയും ഞങ്ങളെപ്പോലെ പ്രേമപാശത്താൽ ബന്ധിതനായി അദ്ദേഹത്തെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നു. മേഘങ്ങളും ധ്യാനിക്കുന്ന പോലെയല്ലേ ഇരിക്കുന്നത്. ഏറ്റവും ഉത്കണ്ഠപൂർണവാനായി നനച്ച് വീണ്ടും കണ്ണീർ പൊഴിക്കുകയാണ്. എന്നിട്ട് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ണിൽ നിന്ന് എന്തും വരും? വെള്ളവും വരും. ഏത് മേഘത്തിൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരും. അതാണ് ഈ മഴ. ഉത്കണ്ഠയോടുകൂടി ഇരിക്കുമ്പോൾ സങ്കടം വരും. സങ്കടം വരുമ്പോൾ നമ്മളെപ്പോലെ കണ്ണിൽ നിന്ന് വെള്ളം വരും. അതിനെപ്പറ്റി നനച്ച് 21. മധുര കൊഴിയാത്ത പൂങ്കുയിലിനെ പറ്റി നോക്കി പറയുകയാണ്. പ്രിയങ്കരനായ ഭഗവാന്റെ ചൊല്ലുകൾക്കൊത്ത ചൊല്ലുകൾ നീ ചൊല്ലുന്നു. നീ ഭഗവാൻ പറയുന്ന ചൊല്ലുകളാണ് ഇങ്ങനെ മധുരമായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. മരിച്ചുപോയവരെ ജീവിക്കാൻ കഴിവുള്ള ഇതേ വാക്കുകൊണ്ട് പറയുക, ഇന്ന് നിനക്ക് എന്തു പ്രിയത്തെ ഞാൻ ചെയ്യണം? നിനക്ക് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പൂങ്കിയിലോട് ചോദിക്കുകയാണ്. മഹാബുദ്ധിമാനായ പർവ്വതമേ, പർവ്വതത്തെ നോക്കിയിട്ട് നീ ബുദ്ധിമാനായ പർവ്വതമാണ്, നീ അനങ്ങുന്നില്ല. പർവ്വതം അനങ്ങാതെ നിൽക്കുകയാണല്ലോ, ഒന്നും മിണ്ടുന്നില്ല. പർവ്വതവും ഒന്നും മിണ്ടാതെയാണ് അവിടെ നിൽക്കുന്നത്. വലിയ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ എന്തെങ്കിലും അവിടെ ഇരുന്നിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അതുകൊണ്ടാണ് മിണ്ടാതെ ഇരുന്നിട്ട് അനങ്ങാതെ ഇരുന്നിട്ട് ഗാഠമായി എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വസുദേവപുത്രൻ്റെ തൃപ്പാദങ്ങളെ, വസുദേവപുത്രൻ്റെ തൃപ്പാദാരാണ് കൃഷ്ണൻ്റെ കാലുകളെ സ്ഥനങ്ങൾ കൊണ്ട്, ആ തൃപ്പാദത്തെ സ്ഥനങ്ങൾ കൊണ്ട് താങ്ങുന്നത് പോലെ സ്തനോപകരണങ്ങളായ ശിഖിരങ്ങൾ കൊണ്ട്, നിന്റെ ശിഖിര സ്ഥലം പോലെയല്ലേ ഉള്ളത്, അതുകൊണ്ട് താങ്ങുവാൻ നീയും കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്ഥലങ്ങൾ കൊണ്ട് താങ്ങാൻ ഉദ്ദേശിക്കുന്ന പോലെ നീ നിന്റെ സ്ഥലങ്ങൾ കൊണ്ട് കൃഷ്ണനെ താങ്ങുവാൻ നീയും കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് എന്തെല്ലോ ചോദിക്കുന്ന മാതിരി പറയുകയാണ്. 23. അയ്യോ കഷ്ടം, സമുദ്രരാജാവിൻ്റെ പ്രേയസികളായ നദികളെ, ഏതു വിധമാണോ ഞങ്ങൾ ശ്രീ മാധവൻ്റെ
കടാക്ഷം ലഭിക്കാതെ തകർന്ന ഹൃദയത്തോടും അതികൃശ ശരീരത്തോടും കൂടി, തകർന്ന ഹൃദയത്തോടും അതികൃശമായ ശരീരത്തോടും കൂടിയവരായി ഭവിച്ച് നിങ്ങളും പ്രിയ ഭർത്താവായ സമുദ്രത്തിൻ്റെ പ്രേമകടാക്ഷം ലഭിക്കാതെ വരണ്ട് കിടക്കുകയാണ്. അതായത് സമുദ്ര രാജാവിൻ്റെ പ്രേയസികളായ നദികളോട് പറയുകയാണ്, ഗ്രീഷ്മകാലമാകുമ്പോൾ നദികളെല്ലാം വറ്റി വരണ്ട്. അപ്പം നദിയെല്ലാം ഇങ്ങനെ വറ്റി വരണ്ട് കാണുന്നുണ്ട് ആ സമയത്ത് നോക്കുമ്പോൾ. അപ്പം നദികളോട് പറയുകയാണ്, നിങ്ങൾ വറ്റി വരണ്ട് കിടക്കുകയാണ്. എന്തുകൊണ്ട്? പ്രിയ ഭർത്താവായ സമുദ്രത്തിൻ്റെ പ്രേമകടാക്ഷം ലഭിക്കാതെ. ആ സമുദ്രത്തിൽ നിന്നുള്ള വെള്ളം അങ്ങോട്ട് കയറിയിരുന്നെങ്കിൽ നല്ല ശോഭനമായിട്ട് നദികളിൽ ഒഴുകിക്കൊണ്ടിരിക്കുക. ഇതെന്ന് പറഞ്ഞാൽ ആയതുകൊണ്ട് വെള്ളം പറ്റിപ്പോയി. അതുകൊണ്ട് സമുദ്രമായിട്ട് ചേരാനുള്ള സങ്കടം കൊണ്ടാണ് നിങ്ങളിങ്ങനെ നമ്മൾ മെലിഞ്ഞ് വരുന്നത് പോലെ, നമ്മളെ ശക്തിയും കുറഞ്ഞ് നമ്മളും വലിഞ്ഞ് വരുന്നത് പോലെ നീയും മെലിഞ്ഞ് വരികയാണോ സമുദ്രമായിട്ട് ചേരാൻ പറ്റാത്തതുകൊണ്ട് എന്നുള്ള നിലയിലുള്ള വ്യാഖ്യാനം. ഇനി 24 പ്രിയ അരയണ്ണത്തോട് പറയും. അരയണ്ണം കാണുമ്പോൾ എപ്പോഴും പറയുന്നതിനൊരു ശൈലി ഉണ്ടല്ലോ. എന്താണ്? നിനക്ക് സ്വാഗതം. അരയണ്ണത്തെ സ്വാഗതം ചെയ്യുകയാണ്. ഇരിക്ക്, ഇവിടെ വന്നിട്ട് ഇരിക്ക്, പാല് കുടിച്ചോളൂ. പാല് കൊടുക്കുകയാണ്. ഇതിന് സന്ദേശം കൈമാറാൻ വേണ്ടി. ശ്രീകൃഷ്ണത്തെ വൃത്താന്തത്തെപ്പറ്റി പറഞ്ഞാൽ അവിടെ കൃഷ്ണൻ്റെ അടുത്ത് എന്തെല്ലാം വിശേഷങ്ങളുണ്ട്. അപ്പം എപ്പോഴും ദൂത് പോകുന്നത് അരയന്നങ്ങളാണ്. നിന്നെ അദ്ദേഹത്തിൻ്റെ ദൂതനായിട്ട് നമ്മൾ കരുതുകയാണ്. ആരാലും തോൽപ്പിക്കപ്പെടാൻ കഴിയാത്ത അദ്ദേഹത്തിന് സൗഖ്യം തന്നെയല്ലേ. നീ ദൂതനായിട്ട് പോയിട്ട് പറയാനാവുന്നത് അദ്ദേഹത്തിന്, നീ അവിടെ പോയിട്ട് സൗഖ്യം തന്നെയല്ലേ അദ്ദേഹത്തിന്. ചഞ്ചലഹൃദയനായ അദ്ദേഹം മുമ്പ് പറഞ്ഞത് ഇപ്പോൾ ഓർക്കാറുണ്ടോ? മുമ്പ് നമ്മളോട് പല കാര്യങ്ങളെല്ലാം പറഞ്ഞ കാര്യം നിന്നോട് പലതും പറയാറുണ്ടോ? ഓർക്കാറുണ്ടോ? പണ്ട് പറഞ്ഞിട്ട് പോയ കാര്യം ഇപ്പം മറന്നിരിക്കുകയാണോ? അല്ല നമ്മളെപ്പറ്റി എന്തെങ്കിലും പറയാറുണ്ടോ? ഞങ്ങളെന്തിനാണ് വെറുതെ അങ്ങേരെ സ്നേഹിക്കുന്നത്? അദ്ദേഹത്തിന് വലിയ ചഞ്ചലഹൃദയനാണ്, വലിയ താല്പര്യമൊന്നുമില്ല. ലക്ഷ്മിയെ വിട്ടിട്ട് കാമദേവനായ അങ്ങയെ മാത്രം നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു വരിക. ആ ലക്ഷ്മിയെ ഇങ്ങോട്ടേക്ക് കൂട്ടണ്ട. കാമദേവനായ അങ്ങേരെ മാത്രം നിങ്ങൾ പോയിട്ട് ആര് ദൂത് പറഞ്ഞിട്ട് വിടുകയാണ്. നീ പോയിട്ട് ആ ലക്ഷ്മിനെ അടിയിരുത്ത്. അല്ലാതെ എന്നിട്ട് ആ കാമദേവനായ കൃഷ്ണനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരിക. സ്ത്രീകളിൽ വെച്ച് അവൾ മാത്രമേ ഏകനിഷ്ഠുള്ളവായിട്ടുള്ളൂ എന്നുണ്ടോ? അവൾ മാത്രമേ ഒരൊറ്റ ഭർത്താവിനെയും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവളായിട്ട് എന്തുണ്ടോ? നമ്മൾ അല്ലാതെ ടൈപ്പ് തന്നെയാണ്. അവൾക്ക് മാത്രം എന്താ ഇത്ര പ്രത്യേകത? ആ നെഞ്ഞത്ത് അവൾ മാത്രമേ ഭർത്താവിനെ മാത്രം, കൃഷ്ണനെ മാത്രം ആരാധിക്കാൻ, അങ്ങനെയൊന്നല്ല. അതുകൊണ്ടാണോ അവളെ വിട്ടുതരാൻ വേണ്ടി? ഈ അസൂയും കുശുമ്പുകാരെല്ലാം പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെയാണ് ഒരു കവി ഭാവനയിൽ. ആ കാലഘട്ടത്തിൽ കവിതയും ഇത്തരം എല്ലാം വികസിച്ചു വരുന്ന കാലഘട്ടമായിട്ട് കണ്ടാൽ മതി. 25 ശ്രീ മാധവ ഭക്തിമാർ ഇത്രകാലം ശ്രീകൃഷ്ണ ഭഗവാനെ അർപ്പിച്ച ഉത്തമ പ്രേമഭക്തിയാൽ അത്യുത്തമമായ ഗതിയെ സമ്പാദിച്ചു. അനേകം ഗീതങ്ങളാൽ വാഴ്ത്തപ്പെട്ടവനായ ഭഗവാൻ 26 ഏതെങ്കിലും പ്രകാരത്തിൽ കേൾവിക്ക് വിഷമീഭവിക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ കഥകളോ എന്തെങ്കിലും കേൾക്കുമ്പോൾ സ്ത്രീകളുടെ മനസ്സിനെ ആകർഷിക്കുന്നു. അപ്പോൾ അവരുടെ മനസ്സാർക്കും കൃഷ്ണനെ പറ്റിയുള്ള എന്തെങ്കിലും ചെവിയിൽ കേൾക്കുമ്പോൾ സ്ത്രീകളുടെ മനസ്സെന്താവുന്നു? ആകർഷിക്കപ്പെടുന്നു. അപ്പം പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഭക്തിമാരുടെ മനസ്സിനെ അങ്ങ് ആകർഷിക്കാതിരിക്കുമോ? എന്തെങ്കിലും കേൾക്കുമ്പോൾ ആകർഷിക്കുമെങ്കിൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഉള്ള കാര്യം പറയേണ്ടതുണ്ടോ എന്ന് പറയുകയാണ്. ഇനി 27 പറയാണ്, യാതൊരുവൾ
ലോകാചാര്യനായ ഭഗവാനെ ഭർത്താവ് എന്ന ഭാവനയോടെ കാലൊഴിഞ്ഞു കൊടുക്കുക മുതലായ വൃത്തികൾ കൊണ്ട് പ്രേമത്തോടെ വേണ്ടും വിധം പരിചരിക്കുന്നുവോ ആ സ്ത്രീയുടെ തപോ മഹിമയെ എങ്ങനെയാണ് വർണ്ണിക്കേണ്ടത് എന്ന് പറയുകയാണ്. അപ്പം ഭർത്താക്കന്മാരുടെ കാലെല്ലാം ഒഴിഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ അവസ്ഥയിലെത്തുമെന്ന് പറയും. ഭർത്താക്കന്മാരെ കൃഷ്ണനായിട്ട് കണ്ടാൽ മതി. ഇരുപത്തെട്ട്. സത്തുക്കൾക്ക് ശരണ്യനായ ഭഗവാൻ ഇപ്രകാരം വേദോക്തമായ ധർമ്മത്തെ തുടർച്ചയായി തന്നെ അനുഷ്ഠിച്ചുകൊണ്ട് ആ കാലഘട്ടത്തിൽ കൃഷ്ണൻ വേദത്തിൽ പറഞ്ഞ ആ തത്വങ്ങൾ അനുഷ്ഠിക്കുന്നു. ഏതെല്ലാണ്? ഗൃഹസ്ഥാശ്രമ ധർമ്മത്തിൽ ധർമ്മം, അർത്ഥം, കാമം, ഈ 3 പുരുഷാർത്ഥങ്ങൾക്കും ആസ്പദമാകത്തായാണെന്ന് വെളിപ്പെടുത്തി കൊടുത്തു. ഇതിലൂടെ കൃഷ്ണൻ വെളിപ്പെടുത്തി കൊടുക്കുന്ന എന്താണ്? ഞാൻ ഈ കാലത്തിലെ പുരുഷാർത്ഥങ്ങൾ, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം ഇനി വരാൻ കിടക്കുന്നതല്ലേ ഉള്ളൂ. അപ്പം ഇതും എല്ലാം വേദത്തിൽ പറയുന്നത് പോലെ ഞാൻ ക്രമത്തിൽ അത് അനുഷ്ഠിച്ച് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പം ധർമ്മത്തിൽ നിന്ന് തുടങ്ങി അർത്ഥത്തിലൂടെ വന്നിട്ട് ലോകമിപ്പം കാമത്തിൽ എത്തിച്ചേർന്ന് നിൽക്കുകയാണ്. ഗൃഹസ്ഥാത്മന്മാരും അത്യുന്നതമായ ധർമ്മത്തെ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീകൃഷ്ണൻ 16,100 പത്നിമാർ, 8 പത്നിമാർക്ക് പുറമേ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഗൃഹസ്ഥാശ്രമധർമ്മം അനുഷ്ഠിക്കുന്ന അത്യുപമമായ ധർമ്മം അനുഷ്ഠിക്കുന്ന അദ്ദേഹത്തിന് 16,100 പത്നിമാരുണ്ടായിരുന്നു. ഏതിനു പുറമെ? 8 പത്നിമാർക്ക് പുറമേ ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ്. അപ്പം ഈ ലോകത്തിലുള്ള എല്ലാ ജനങ്ങളെയാണ് അവിടെ പറയുന്നത്. കാരണം ഒരു 3-ാം ലോകമഹായുദ്ധം കഴിഞ്ഞതിൻ്റെ ശേഷം എത്രയോ ജനങ്ങൾ മരിച്ചതിൻ്റെ ശേഷമുള്ള ജനങ്ങളാണ് ഇത്. 16,100 പത്നിമാർ എന്ന് പറയുകയാണ്. പോരാതെ നേരത്തെ പറഞ്ഞു 8 പത്നിമാർ, അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതിവിടെ പറയുന്നു. നാരീമരിമകളായ അവരുടെ ഇടയിൽ രുക്മിണീ ദേവി പോലുള്ള 8 പേരും അവരുടെ പുത്രന്മാരും യഥാക്രമം മുൻപ് പറഞ്ഞു കഴിഞ്ഞു. ഇതെല്ലാം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. രുക്മിണിയും ബാക്കിയുള്ള ഭാര്യമാരുടെ കാര്യമെല്ലാം പണ്ട് പറഞ്ഞിട്ടുണ്ട്. ശ്രീകൃഷ്ണനെ എത്ര ഭാര്യമാരുണ്ടായിരുന്നോ അവർ ഓരോന്നും 10 എന്ന കണക്കിൽ പുത്രന്മാരെ ജനിപ്പിച്ചു. അവരുടെ പുത്രന്മാരുടെ എണ്ണം 10 എന്ന കണക്കിലാണ് ജനിപ്പിച്ചത്. എന്തുകൊണ്ടാണ് 10 എന്ന കണക്കിൽ ജനിപ്പിച്ചത്? മഹാഭാരത യുദ്ധം കഴിയുമ്പോൾ, അല്ലെങ്കിൽ കംസവധം എല്ലാം കഴിയുമ്പോൾ കണ്ടമാന ആൾക്കാർ മരിക്കുന്നുണ്ട്. നമുക്കിന്നറിയാലോ, റഷ്യ ഉക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൽ എത്ര പേരാണ്. ഉക്രൈൻ്റെ കാര്യം ആലോചിച്ച് നോക്കൂ. 1/3 ഭാഗം ജനങ്ങൾ, 1/2 പുരുഷന്മാർ നാട് വിട്ടിട്ടുണ്ട്, സ്ത്രീകളെല്ലാം. ഉക്രൈനിൽ നിന്നും നാട് വിട്ട് പല നാട്ടിലേക്ക് ഓടിപ്പോയി. പിന്നെ യുദ്ധത്തിന് ലക്ഷക്കണക്കിനാണ് മരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു വ്യവസ്ഥിതി മഹാഭാരത യുദ്ധമാകുമ്പോഴോ ലോകം മുഴുവൻ നടക്കുന്ന ആ യുദ്ധത്തിൽ എത്ര മരണമുണ്ടാകും ഒന്ന് ചിന്തിച്ചു നോക്കേ. പാണ്ഡവർ 5 പേരെ ശേഷിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു സെറ്റപ്പ്, മനുഷ്യർ കുറച്ചേ ഉള്ളൂ. ആ സെറ്റപ്പിൽ പിന്നെ മക്കളുണ്ടാകുന്നത് ഓരോക്കെ 10 കുട്ടികൾ വെച്ചിട്ടാണ് പിന്നെ ആ തലമുറ വികസിക്കുന്നത്. കാരണം ഈ 3-ാം ലോകമഹായുദ്ധം നടന്നതിൻ്റെ ശേഷം ജനങ്ങൾ വളരെ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ കംസവധമെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഓരോ യുദ്ധങ്ങൾ കഴിയുമ്പോൾ ജനങ്ങൾ, പുരുഷന്മാരുടെ എണ്ണം പ്രത്യേകിച്ച് കുറഞ്ഞു വരും. അപ്പം രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരികൾ തന്നെ പറയും കൂടുതൽ കുട്ടികളെ വേണമെന്ന്. അതിന് പ്രോത്സാഹനം നൽകും കുട്ടികളോട്. കാരണം ജനം പെരുകണം. കാരണം എല്ലാം മരിച്ച് ഭൂമിയുടെ ഭാരം തീർത്ത് കഴിഞ്ഞതാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഓരോ സ്ത്രീക്കും കൃഷ്ണനിലൂടെ കാലത്തിൽ 10 വെച്ച് പുത്രന്മാരെ ജനിപ്പിച്ചു. സർവശക്തി സമ്പന്നനായ അവിടുന്ന്
നിഷ്ഫലമാകാത്ത ഭാവത്തോടു കൂടിയവനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കഴിവ് അപാരമാണ്. കാരണം ഏത് പ്രതിബന്ധങ്ങളുണ്ടായാലും ഏത് ദുരവസ്ഥയുണ്ടായാലും അതിനെയെല്ലാം മറികടക്കാനുള്ള ശക്തിവിശേഷം അദ്ദേഹത്തിന് ഉണ്ട്. അതിനുള്ള ഭാവത്തോടു കൂടിയവനാണ്, നിഷ്ഫലമാകാത്ത ഭാവത്തോടു കൂടിയവനാണ്. മഹാപരാക്രമികളായ അവരുടെ ഇടയിൽ 18 മഹാരഥന്മാര് വിശിഷ്ട കീർത്തിവാന്മാരും ആയിട്ട് ഉണ്ടായിരുന്നു. 18 പേർ, അവരുടെ ഇടക്ക് 18 പേര് വളരെ കീർത്തിയുള്ള മഹാരഥന്മാരായിരുന്നു ഇവരുടെ മക്കളിൽ. അവരുടെ നാമധേയം പറയാനും വേണ്ടി അത് പറയുകയാണ്. 33 തൊട്ട് 34. പ്രത്യുമ്നൻ, അനിരുദ്ധൻ, ദീപ്തിമാൻ, ഭാനു, സാംബൻ, മധു, ബൃഹത്, ധേനു, ചിത്രഭാനു, വൃഗൻ, അരുണൻ, പുഷ്കരൻ, ദേവബാഹു, ശ്രുതദേവൻ, സുനന്ദൻ, ചിത്രബാഹു, വജ്രധൻ, കവി, സുബ്രോധൻ. 35. ശ്രീകൃഷ്ണന്റെ പുത്രന്മാരുടെ ഇടയിൽ രുക്മിണിയുടെ പുത്രൻ പ്രദ്യുമ്നൻ ഏറ്റവും ഒന്നാമതായിരുന്നു. 36. ആ മഹരഥൻ രുക്മിണിയുടെ പുത്രിയെ വിവാഹം ചെയ്തു. അദ്ദേഹത്തിന് 10,000 ആനകളുടെ ശക്തിയോടുകൂടിയ അനിരുദ്ധൻ ജനിച്ചു. ഇതെല്ലാം മുമ്പ് പറഞ്ഞതിൻ്റെ തുടർച്ചയാണ്. രുക്മിണിയുടെ മകളുടെ മകനായ അനിരുദ്ധൻ രുക്മിണിയുടെ മകളെ സ്വീകരിച്ച് അവർക്ക് വജ്രൻ എന്ന ഒരു പുത്രൻ ഉണ്ടായി. അവൻ ബ്രാഹ്മണ ശാപം മൂലം യദുക്കൾ നശിച്ചപ്പോൾ അവൻ മാത്രം ഒഴിവാക്കപ്പെട്ടു. ബ്രാഹ്മണ ശാപം മൂലം യദുക്കൾ നശിക്കുക എന്ന് പറയുമ്പോൾ യാദവന്മാരെ പിന്നീട് പ്രളയ സമയമാകുമ്പോൾ തമ്മിൽ തല്ലി മരിക്കുന്നുണ്ട്. പ്രളയം നടന്നിട്ടെല്ലാം മരിക്കുന്നുണ്ട്. അതിൽ രക്ഷപ്പെട്ട ഒരാൾ ആരാണ്? ഈ വജ്രനാണ്. അപ്പം പ്രളയം കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കുറച്ച് പേര് രക്ഷപ്പെടും. ചിലപ്പോൾ ബോട്ടിൽ കയറിയോ ചിലപ്പോൾ റോക്കറ്റ് കയറിയോ എല്ലാം രക്ഷപ്പെടും. അങ്ങനെ രക്ഷപ്പെട്ടവരിൽ ഒരുത്തനാണ് ഈ വജ്രൻ. ഇനി 38. അവനിൽ നിന്നും പ്രതിബാഹു ഉണ്ടായി, അവനിൽ നിന്നും സുബാഹു ഉണ്ടായി, അതിൽ നിന്നും ശാന്തസേനൻ ഉണ്ടായി, അതിൽ നിന്നും ശതസേനൻ ഉണ്ടായി. അപ്പോൾ ആ പരമ്പരയെല്ലാം കുറച്ച് പറഞ്ഞു വെക്കുകയാണ്. ഇവരിൽ നിർധനന്മാർ ജനിച്ചിട്ടില്ല. അല്ലെ, എല്ലാവർക്കും സാമ്പത്തികപരമായിട്ട് ഒരു പ്രശ്നവുമില്ല. ഇവരിൽ നിർധനന്മാർ ജനിച്ചിട്ടില്ല, അല്പായുസുള്ള മക്കൾ ഉള്ളവർ ജനിച്ചിട്ടില്ല, അല്പവീര്യന്മാരായവർ ജനിച്ചിട്ടില്ല, ബ്രാഹ്മണ ഭക്തി ഇല്ലാത്തവരൊന്നും ജനിച്ചിട്ടില്ല. അപ്പോൾ ആ കാലത്തിലുള്ളവരെല്ലാം നല്ല പണമെല്ലാം ഉള്ളവർ തന്നെയാണ്. പിന്നെ എല്ലാവരും സുഖമായിട്ട് ജീവിക്കുന്നത്, പണത്തിൻ്റെ ഒന്നും ഒരു പ്രശ്നമില്ല. ആയുസ് ദീർഘായുസ്സുണ്ട്, വീരതയിൽ ഒരു കുറവുമില്ല. ബ്രാഹ്മണ ഭക്തി എന്ന് പറഞ്ഞാൽ ബുദ്ധിശക്തി അംഗീകരിക്കുന്നവർ ആയിരുന്നു. ആ യദുവംശത്തിലെ പ്രഗത്ഭന്മാരുടെ പ്രശസ്ത കർമ്മങ്ങൾ 10,000 വർഷം പറഞ്ഞാലും തീരില്ല. ആ കാലഘട്ടത്തിലെ മനുഷ്യരുടെ കർമ്മങ്ങളെല്ലാം വിവരിച്ചാൽ 10,000 വർഷം കഴിഞ്ഞാലും തീരില്ല എന്ന് പറയാൻ കാരണം ഒരു മഹായുദ്ധത്തിന് ശേഷം അവരെല്ലാം അത്യധികം അധ്വാനിച്ചിട്ടാണ് അങ്ങനെ ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കിയിരിക്കുന്നത്. 3-ാം ലോകമഹായുദ്ധത്തിന് ശേഷം പിന്നെ പ്രളയവും കഴിഞ്ഞ ശേഷം രക്ഷപ്പെടുന്നവരെല്ലാണെങ്കിൽ അവരും വളരെയധികം അധ്വാനിച്ചിട്ട് ഉള്ളവരാണ്. ആയിരക്കണക്കിന് കുമാരന്മാർക്ക് 3,80,800 യദുകുല ആചാര്യന്മാർ ഉണ്ടായിരുന്നെന്ന് കേട്ടിട്ടുണ്ട്. ആ യദുവംശത്തിൽ ആയിരക്കണക്കിന് കുമാരന്മാരെ പഠിപ്പിക്കാൻ 3,80,800 യദുകുല ആചാര്യന്മാർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ജനങ്ങളെല്ലാം എല്ലാ ജ്ഞാനവും തികഞ്ഞവരായിരുന്നു.
1000 പേരെ പഠിപ്പിക്കാൻ, കുട്ടികളെ പഠിപ്പിക്കാൻ 3 കോടി ആചാര്യന്മാരുണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആ നാട്ടിലുള്ളവരെല്ലാം ജ്ഞാനം തികഞ്ഞവരായിരുന്നു. കാരണം ശാസ്ത്രം അത്രയും പുരോഗമിച്ച അവസാനം പ്രളയത്തിനോട് അടുക്കുന്ന സമയത്ത് ജനങ്ങളെല്ലാം അത്രയും ജ്ഞാനം തികഞ്ഞവരായിരിക്കും. ഇപ്പം എല്ലാവരും ആചാര്യന്മാർക്ക് സമ്മാനമാണ്, എല്ലാവരും ബ്രാഹ്മണ സ്വഭാവമുള്ളവരാണ്. അവരുടെ ഇടയിലാണ് ലക്ഷം സഹസ്രകോടി പരിവാരങ്ങളോടുകൂടി ഉഗ്രസേന രാജാവ് വസിച്ചിരുന്നത്. അപ്പം ഉഗ്രസേനനായിരുന്നല്ലോ അവരുടെ രാജാവ്. അപ്പം അവരുടെയെല്ലാം രാജാവ് അപ്പോൾ ഉഗ്രസേനൻ. ഉഗ്രസേനൻ അവരുടെ ഇടക്കാണ്. അപ്പം അവരുടെയെല്ലാം രാജാവ് ഉഗ്രസേനായിട്ട് ചിത്രീകരിച്ചു. 43 ദേവാസുര യുദ്ധത്തിൽ കൊല്ലപ്പെട്ട അതിഭയങ്കരന്മാരായ അസുരന്മാർ ചിലപ്പോൾ ജനങ്ങളുടെ ഇടയിൽ വീണ്ടും ജനിച്ച് ഗർവിഷ്ഠരായി ജനങ്ങളെ ദ്രോഹിച്ചു. ആ കാലഘട്ടത്തിലും അവരിങ്ങനെ ഒരു കുടുംബമായിട്ട് സുഖമായിട്ട് വസിക്കുമ്പോഴും അവരുടെ ഇടയ്ക്ക് ചില പണ്ടത്തെ ദേവാസുരന്മാരുടെ യുദ്ധത്തിൽ നശിച്ച അസുരന്മാർ പിന്നെയും ആസുര സ്വഭാവമുള്ള ജനങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് മുളച്ചു വരും. എത്ര നല്ല സമൂഹമാണെങ്കിലും ജനിക്കുന്ന ചിലവരിൽ എന്തുണ്ടാകും? ഇടയ്ക്കിടയ്ക്ക് ആസുര സ്വഭാവം ഉണ്ടാകും. അവരുടെ നിഗ്രഹത്തിനായി ശ്രീഹരി ഇയാൾ ആജ്ഞാപിക്കപ്പെട്ട് അവതരിച്ചവർ ധാരാളം. അപ്പോഴും അങ്ങനെ വല്ലവരും അസുരന്മാരായിട്ട് അസുര സ്വഭാവത്തോടെ ദൂഷ്യ സ്വഭാവത്തോടെ സ്വാർത്ഥമതികളായിട്ട് ജനിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കാര്യം ശ്രീഹരി നോക്കിയിരുന്നു. അതിനുവേണ്ടി ഓരോ അവതാരങ്ങൾ അവിടെ വന്നിട്ട് അവരെയും നിഗ്രഹിച്ചു കൊണ്ടിരുന്നിരുന്നു. ശ്രീഹരിയുടെ ആജ്ഞാനുവർത്തികളായിരുന്ന അവരിലൂടെ യദുവംശം അഭിവൃദ്ധി പ്രാപിച്ചു. അപ്പോൾ അസുരന്മാരാരെങ്കിലും ആസുര സ്വഭാവത്തോടെ സ്വാർത്ഥമതികളായിട്ട് ജനിക്കുന്നുണ്ടെങ്കിൽ അവരെയെല്ലാം അപ്പോൾ കൊന്നു തള്ളി. അവരുടെ സമ്പത്തിനെ സംബന്ധിച്ചു പ്രഭാവം നിമിത്തവും സമ്പത്തിനെ സംബന്ധിച്ചും പ്രഭാവം നിമിത്തവും ശ്രീഹരിയെ മാത്രമേ അവർ പ്രമാണമായി കണ്ടുള്ളൂ. അവർ ശ്രീഹരിയെ മാത്രമേ ഈശ്വരനായി കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ശ്രീഹരി എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചം തന്നെയാണ്. അവർ പ്രപഞ്ചത്തെയാണ് ഈശ്വരൻ. യഥാർത്ഥത്തിൽ പ്രപഞ്ചം തന്നെയാണ് ഈശ്വരൻ. അവർ അതിനെ മാത്രമേ ദേവന്മാരായിട്ട് കണ്ടിട്ടുള്ളൂ. ബാക്കി ആരെങ്കിലും ആരാധിക്കുന്ന പരിപാടിയൊന്നും അവർക്കില്ല. അതുകൊണ്ട് തന്നെയാണ് അവിടെ ജാതിയില്ല മതമില്ല എന്നെല്ലാം പറഞ്ഞത്. അവരെല്ലാം ഒരൊറ്റ ശക്തി, അത് ആ പ്രപഞ്ചമാണ്. ആ പ്രപഞ്ചത്തിൽ രാഷ്ട്രം തന്നെ ലോകം ഒന്നായി തീരുകയാണ്. ലോകത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് അവർ യജ്ഞങ്ങൾ നടത്തിയിരുന്നത്. 46 പറയുന്നത് ശ്രീകൃഷ്ണനിൽ മനസ്സുറപ്പിച്ച അവർ കിടപ്പിലും നടപ്പിലും ഇരിപ്പിലുമെല്ലാം തങ്ങളെ തന്നെ അറിഞ്ഞിരുന്നില്ല. അവർ കർമ്മങ്ങളെ ജീവിക്കുമ്പോൾ, അത് ഉറങ്ങുമ്പോഴും കിടക്കാൻ പോകുമ്പോഴും നടക്കുമ്പോഴും എല്ലാം അവർ തങ്ങളെ അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞാൽ സ്വാർത്ഥമതികളായിരുന്നില്ല. ഞാനെന്നൊരു ചിന്ത വെച്ചിട്ട് അവർ പ്രവർത്തിച്ചിട്ടില്ല. എല്ലാം രാഷ്ട്രത്തിന് വേണ്ടിയാണ് അവർ പ്രവർത്തിക്കുന്നത്. ഇനി 47 യാദവ വംശത്തിൽ ഏതൊരു തീർത്ഥം ജനിച്ചു. യാദവ വംശത്തിൽ ഏതൊരു തീർത്ഥം ജനിച്ചു. തീർത്ഥം എന്ന് പറയുന്നത് നദിയായിട്ട് കാണണം. പക്ഷെ ഇവിടെ നദി എന്ന് പറയുന്നത് ഒരാശയം. അവരുടെ ഇടയിൽ പ്രവഹിച്ച കൃഷ്ണൻ്റെ ആശയം, അതാണ് തീർത്ഥമായിട്ട് എടുക്കേണ്ടത്. അത് ഗംഗാജലമാകുന്ന ഭഗവത് പാദത്തിൽ നിന്നും ഒഴുകുന്ന ഗംഗാ നദിയെ പോലും നിഷ്പ്രഭമാക്കി. അപ്പം നദി ശുദ്ധീകരിക്കുന്നതിനെക്കാട്ടിയും ശുദ്ധമായിട്ട് ജനങ്ങളെ ആ കാലത്ത് കൃഷ്ണനിലൂടെ ഉത്ഭവിച്ച അല്ലെ വേദങ്ങളിലൂടെ സജസ്റ്റ് ചെയ്ത ഈ ഒരു ആശയം
എല്ലാവരും തുല്യരാണ് എന്നുള്ള, എല്ലാവർക്കും വേണ്ടി ആ ഒരു വ്യവസ്ഥിതി, ആ ഒരു ആശയം, എല്ലാവരും ശത്രുക്കളെയും മിത്രങ്ങളെയും എല്ലാം തൽസ്വരൂപമാക്കി എന്ന് പറയാണ്. ശത്രുവായാലും മിശ്രിതമായാലും അവരെയെല്ലാം മാറ്റിയിട്ട് അവരെ എന്തായി തീർത്തു? രാഷ്ട്രത്തിൽ എല്ലാവരും ഒരു സമൂഹത്തിൻ്റെ ഭാഗമാണ് എന്ന ചിന്താഗതി ഉണ്ടാക്കി അവരിൽ ഞാൻ എന്നൊരു ചിന്ത മാറിപ്പോയി. യാതൊരുവർക്ക് വേണ്ടിയാണോ മറ്റുള്ളവരുടെ പരിശ്രമം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആർക്ക് വേണ്ടിയാണോ എല്ലാവരും പരിശ്രമം ചെയ്തുകൊണ്ടിരുന്നത്? ആർക്ക് വേണ്ടിയാണ്? ആ ഭൂമിക്ക് വേണ്ടിയാണ്, ആ ലോകത്തിന് വേണ്ടിയാണ്. ആ ലോകത്തിന് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ പ്രകൃതിക്ക് വേണ്ടിയാണ്. പ്രകൃതി എന്ന് പറയുമ്പോൾ ആരാണ്? ശ്രീ ഭഗവതിയാണ്. അപ്പോൾ യാതൊരുവൾക്ക് വേണ്ടിയാണോ ആ ഭഗവതിക്ക് വേണ്ടി, ആ പ്രകൃതിക്ക് വേണ്ടിയാണ് എല്ലാവരുടെയും പരിശ്രമം സംഭവിച്ചുകൊണ്ടിരുന്നത്. അതായത് പ്രകൃതിക്ക് വേണ്ടി, ഭഗവതിക്ക് വേണ്ടിയാണ് എല്ലാവരുടെയും പരിശ്രമം ഉണ്ടായിരുന്നത്. അത് രാഷ്ട്രത്തിന് വേണ്ടിയാണ്, ലോകത്തിൻ്റെ നന്മ ഉദ്ദേശിച്ചുകൊണ്ടാണ്. അങ്ങനെ വരുമ്പോൾ ആ ഭഗവതി ശ്രീകൃഷ്ണ സേവയിൽ താല്പര്യരായി തീർന്നു. പ്രകൃതിയും അവരോട്, പ്രകൃതി എന്ന് പറഞ്ഞാൽ ശ്രീ ഭഗവതി, പ്രകൃതിയും അവരോട് സഹരിച്ച മനോഭാവത്തോടുകൂടി വർത്തിച്ചു. കാലാകാലങ്ങളിൽ മഴ പെയ്യിപ്പിക്കും. എന്താ വേണ്ടതെന്ന് വെച്ചാൽ പ്രകൃതിയോട് നമ്മൾ എങ്ങനെയാണോ പെരുമാറുന്നത് അതേ ഫലം പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടുകയും ചെയ്യും. കേൾക്കപ്പെട്ട അഥവാ ചൊല്ലപ്പെട്ട ഭഗവാന്റെ തിരുനാമം അമംഗളത്തെ നശിപ്പിക്കുന്നതായിരുന്നു. ആ കൃഷ്ണൻ്റെ തിരുനാമം കേട്ടാലും ആരെങ്കിലും പറഞ്ഞാലും അത് അമംഗളത്തെയെല്ലാം നശിപ്പിക്കും. ഓരോ ഋഷി പരമ്പരയുടെയും പ്രത്യേക ധർമ്മം ഭഗവാനാൽ പ്രവർത്തിതമാണ്. ഓരോ ഋഷി പരമ്പരയുടെയും പ്രത്യേക ധർമ്മം. അപ്പോൾ ഓരോ ഋഷി പരമ്പരകൾക്കും പ്രത്യേക ധർമ്മങ്ങളുണ്ട്. ഋഷികൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക വിഷയങ്ങളാണ്. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് ഋഷി പരമ്പരകൾ പ്രത്യേക ധർമ്മങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഋഗ്വേദം 7 ഋഷി പരമ്പരകൾ എഴുതിയതാണ്. ആ 7 പരമ്പരകളും ഓരോ വിഷയമാണ് കൈകാര്യം ചെയ്തിരുന്നത്. ഉദാഹരണം കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി എന്ന് പറയുന്നത് പോലെ ഋഗ്വേദത്തിലെ 7 ഋഷി പരമ്പരകളാണ് ഋഗ്വേദത്തിലെ 7 മണ്ഡലങ്ങൾ എഴുതിയിരുന്നത്. അതിനുള്ള തയ്യാറെടുപ്പ് എപ്പോൾ നടന്നിരുന്നു? പ്രളയത്തിന് മുമ്പ് തന്നെ നടന്നിരുന്നു. അതുകൊണ്ടാണ് ഓരോ ഋഷി പരമ്പരകളുടെയും പ്രത്യേക ധർമ്മം ഭഗവാനാൽ പ്രാവർത്തികമാക്കിയിരുന്നതാണ്. അതെല്ലാം ഭഗവാൻ തീരുമാനിക്കുന്നത് പോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അതായത് പ്രളയം നടക്കുന്നതിനെക്കാട്ടി മുമ്പിൽ പല ശാസ്ത്രജ്ഞന്മാരും അതിനെ മറികടക്കാൻ, പ്രളയത്തെ മറികടന്ന് പ്രളയം കഴിഞ്ഞാൽ പുതിയൊരു സംസ്കാരം ഉടലെടുക്കണം, കൃതയുഗം ത്രേതായുഗം എന്ന് തുടങ്ങിയിട്ട്. അപ്പോൾ അതിന് വേണ്ട ശാസ്ത്രജ്ഞാനം, ഇതുവരെ നേടിയ ശാസ്ത്രജ്ഞാനമെല്ലാം സംഭരിച്ച് അവിടെ കൊണ്ടുപോയിട്ട് ആദ്യം എഴുതി. അവരാണ് വേദങ്ങൾ എഴുതിയത്. അതിനുള്ള തെറിയാറപ്പുള്ളിപ്പുകൾ 7 ഋഷി കുടുംബങ്ങൾ പ്രത്യേക വിഷയങ്ങളിൽ പ്രാവീണ്യം നേടിയവർ അത് മുൻകൂട്ടി ചെയ്തു തുടങ്ങിയിരുന്നു. കാലസ്വരൂപമായ സർപ്പ സംഹാര ചക്രം. അപ്പോൾ അവർ തയ്യാറായി നിന്നു. അപ്പോഴേക്ക് കാലസ്വരൂപമായ സർപ്പ സംഹാര ചക്രം പ്രളയം നടക്കുമ്പോൾ ആയുധമാക്കിയിരുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ ഈ വിധമായ നാശനം ആശ്ചര്യകരമല്ല. അങ്ങനെ ഭൂഭാരനാശനം, ഭൂമിയുടെ ഭാരം, ആ കാലഘട്ടത്തിലാണ് നല്ലൊരു സമൂഹമുണ്ടായി, യദുവംശമുണ്ടായി.
പക്ഷെ കുറേ അങ്ങോട്ടെത്തിയപ്പോൾ മനുഷ്യരിങ്ങനെ എല്ലാം സുഖമായി ജീവിച്ചു കൊണ്ടിരുന്നതിൻ്റെ ശേഷം കുറേ കാലം കഴിഞ്ഞപ്പോൾ യാദവരെല്ലാം മോശമായിട്ട് തല്ലുന്ന ഒരവസ്ഥയിൽ വന്നു. അപ്പോഴാണ് കൃഷ്ണൻ ഭൂഭാരനാശനം നടത്തിയത്. അത് ആശ്ചര്യകരമല്ല. ഭൂമിയെ മുഴുവൻ പ്രളയത്തിൽ അതുകൊണ്ട് പിന്നെ നശിപ്പിച്ചു. പിന്നെ പ്രളയമാണ്. നല്ലൊരു യുഗമുണ്ടായതിൻ്റെ ശേഷം പിന്നെ പ്രളയമാണ്. ആ പ്രളയത്തെ അതിജീവിക്കാൻ ശാസ്ത്രങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഋഷി പരമ്പരകളെ പ്രത്യേകം ഏർപ്പാട് ചെയ്തിരുന്നു. പ്രളയം നടക്കുമ്പോൾ അവരതും കൊണ്ട് രക്ഷപ്പെടണം, വേദങ്ങൾ കൊണ്ട് രക്ഷപ്പെടണം, എന്നിട്ട് തിരിച്ചു വരണം. എന്നിട്ട് പുതിയ, അതാണ് കാലസ്വരൂപമാകുന്ന സർപ്പസംഹാര ചക്രം. അത് ചക്രം മാറി കറങ്ങുന്നതാണ്. 18 ജീവന്മാർക്ക് ആശ്രയഭൂതനായ ദേവകിയിലൂടെ അവതരിച്ചവനെന്ന് ഖ്യാതിക്ക് പാത്രീഭൂതനായ യാദവരുടെ മഹാസദസ്സിനെ അലങ്കരിക്കുകയാണ് കൃഷ്ണൻ ചെയ്തത്. രാജാവ് ഉഗ്രസേനന്റെ നേതൃത്വത്തിൽ. ഇനിയോ തൻ്റെ തൃക്കരത്താൽ അധർമ്മത്തെ ഇല്ലാതാക്കിക്കൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ ആരെങ്കിലും അധർമ്മം പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനെ തച്ചുടച്ചുകൊണ്ട് സ്ഥാവര ജംഗമ വസ്തുക്കളും വ്യക്തികളുടെയും ജംഗമ വസ്തുക്കളും അതിൽ വ്യക്തികളുടെയെല്ലാം പാപത്തെ ഹരിക്കുന്ന ആ കാലഘട്ടത്തിലെ പാപത്തെയെല്ലാം ഹരിക്കാൻ കഴിവുള്ളവനാണ് ശ്രീകൃഷ്ണൻ. അമ്പാടിയിലും ദ്വാരകയിലുമുള്ള സ്ത്രീകൾക്ക് കാമത്തെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് കാമം തന്നെയാണ് ആ കാലഘട്ടത്തിലുണ്ട്. നേരത്തെ വർണ്ണിച്ചു കഴിഞ്ഞു ശ്രീകൃഷ്ണൻ്റെ ലീലകളെല്ലാം. ആ ശ്രീകൃഷ്ണൻ വിജയിക്കുന്നു. അപ്പം ശ്രീകൃഷ്ണൻ്റെ ഒരു വർണ്ണനയായിട്ട് കണ്ടാൽ മതി. ഇനി 49 പറയുന്നു, ഇപ്രകാരമുള്ള സ്വകീയമായ ഭക്തിമാർഗത്തെ രക്ഷിക്കുവാനുള്ള വാഞ്ചന കൊണ്ട് സ്വീകരിക്കപ്പെട്ട ലീല മാനുഷിക വേഷത്തോടു കൂടിയനായിരുന്ന മനുഷ്യരൂപത്തിൽ, എല്ലാവരും മനുഷ്യരൂപത്തിൽ തന്നെയാണ് കൃഷ്ണൻ അവതരിച്ചിരിക്കുന്നത്. കൃഷ്ണൻ തന്നെയാണ് ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും മനുഷ്യരും എല്ലായിട്ട് അവതരിച്ചിരിക്കുന്നത്. ആ പരമാത്മാവായ ശ്രീകൃഷ്ണ ഭഗവാനായിട്ട് വന്നത് ആ പരമാത്മാവാണ്. ആ മനുഷ്യാവതാരത്തിന് യോജിച്ച ചേഷ്ടകളെ അനുകരിക്കുന്നവനായും ആ ജനിച്ച അവതാരത്തിനൊത്തുള്ള ചേഷ്ടകളാണ് ഇവിടെ കാണിച്ചുകൊണ്ട് ഇരുന്നത്. കർമ്മബന്ധത്തെ അറക്കുന്നതുമായ കർമ്മത്തിലൂടെയാണ് ബന്ധനങ്ങൾ ഉണ്ടാകുന്നത്. ഞാൻ എൻ്റേത് എന്ന ചിന്തയെല്ലാം വരുന്നത്. ആ ബന്ധനങ്ങളെല്ലാം അറുത്തു. എല്ലാവരും ഒരു സമൂഹത്തിൻ്റെ ഭാഗമാണെന്നുള്ള അവസ്ഥയിലേക്ക് മാറ്റിയെടുത്തു. അല്ലാതെ ഞാൻ എൻ്റേത് എന്ന ചിന്ത, അതാണ് കർമ്മത്തിലൂടെ ഉണ്ടാകുന്ന ബന്ധനങ്ങൾ. അതെല്ലാം അർത്ഥമാറ്റി ഓരോരോ ചരിത്രങ്ങളെ, അതായത് അദ്ദേഹം എന്തെല്ലാം കർമ്മങ്ങൾ ഇവിടെ ചെയ്തു, ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ ചെയ്ത എല്ലാ ചരിതങ്ങളും, അദ്ദേഹം എന്തെല്ലാം ലീലകൾ ഇവിടെ കാട്ടിയോ അവിടുത്തെ തൃപ്പാദങ്ങളിൽ ആസക്തിയെ ആഗ്രഹിക്കുന്നവർ കേൾക്കേണ്ടതാണ്. അദ്ദേഹത്തിൽ വിശ്വാസം, ഈ ഭാഗവതത്തിൽ വിശ്വാസമുള്ളവർ എന്തു വേണം? അദ്ദേഹം ചെയ്ത എല്ലാ ലീലകളും ഇടക്കിടക്ക് കേൾക്കണം. കേട്ടാൽ മാത്രമേ നമ്മളെ മനസ്സ് ആ ശൈലിയിലേക്ക് മാറുകയുള്ളൂ. ഇനി 50 മനുഷ്യർ ഈ വിധം മോശപ്രദമായ കൃഷ്ണകഥയെ കേൾക്കുക, കീർത്തി ചെയ്യുക. അപ്പോൾ നമ്മൾ ഇത്തരം കഥകൾ കേൾക്കുക, കൃഷ്ണനെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ ലീലകൾ കേൾക്കുകയും കീർത്തി ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന, അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാകുന്നു? അതിൽ നിന്നും ഉളവാകുന്ന ആസക്തിയാൽ
ദുഷ്കരമായ കാലവേഗത്തിൻ്റെ പൂർണ്ണ നിവൃത്തി ഉണ്ടാക്കി ദുഷ്കരമായ ഈ കാലചക്രത്തെ മറികടക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ കൃഷ്ണൻ്റെ ഈ തെളിച്ച മാർഗത്തിലൂടെ നീങ്ങുകയാണെങ്കിൽ, കൃഷ്ണൻ കാണിച്ചു തന്ന ഇങ്ങനെയൊരു ലോകത്തിലൂടെ മുന്നോട്ടേക്ക് നീങ്ങുകയാണെങ്കിൽ ദുഷ്കരമായ ആ കാലവേഗത്തിൻ്റെ പൂർണ്ണ നിവൃത്തി വന്നിട്ട് അവിടുത്തെ പുണ്യലോകത്തെ പ്രാപിക്കും. പിന്നീട് അവരെന്ത് ചെയ്യും? ആ പുണ്യലോകത്തെ പ്രാപിക്കും. എങ്ങനെയാണ് പ്രാപിക്കുക? പ്രളയം കഴിഞ്ഞാലും പിന്നെ എല്ലാവരും എവിടത്തേക്ക് തന്നെയാണ് പോകുന്നത്? രക്ഷപ്പെടുന്നവരൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാം ബ്രഹ്മസാക്ഷാത്കാരമാണ്. പിന്നെ പുനർജന്മമില്ല. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരികം, കലിയുഗം. കലിയുഗത്തിൽ പ്രളയം നടന്ന് ബാക്കി എല്ലാവരും ബ്രഹ്മത്തിൽ പോയി ലയിച്ചു. കുറച്ച് പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്. ബാക്കിയുള്ളവർ മോക്ഷം പ്രാപിക്കുക, നേരെ ബ്രഹ്മത്തിൽ പോയി ലയിക്കുകയാണ്. അത് തന്നെയാണ് ബ്രഹ്മസാക്ഷാത്കാരം. അപ്പം ബാക്കി എല്ലാവർക്കും ബ്രഹ്മസാക്ഷാത്കാരമാണ്, മോക്ഷം ലഭിക്കുന്നു. പിന്നെ കുറച്ച് രക്ഷപ്പെട്ടവരോ അഖണ്ഡ സാമ്രാജ്യപതികളായ രാജാക്കന്മാർ, അഖണ്ഡ സാമ്രാജ്യത്തിൻ്റെ അധിപതികളായ ആ രാജാക്കന്മാർ, രക്ഷപ്പെട്ട രാജാക്കന്മാർ, അവർ ഋഷികളും എല്ലാമാണ്. അവർ കുറച്ച് പേര് രക്ഷപ്പെടുമെന്ന് പറഞ്ഞല്ലോ. അവരിലൂടെയാണ് ഇനി അടുത്ത രാഷ്ട്രം ഉണ്ടാകാൻ പോകുന്നത്. അവർ എല്ലാ ഫീൽഡിലും ജ്ഞാനം തികഞ്ഞവരാണ്. അപ്പം അവർ പോലും ആ പുണ്യലോകത്തെ പ്രയോജനമാക്കി ആ അവസരത്തിൽ എന്താണ് ചെയ്യുന്നത്? അവരെല്ലാ ജ്ഞാനങ്ങളും ശേഖരിച്ച് സമ്പാദിച്ച് മനസ്സിലാക്കി വെക്കുന്നു. എന്നിട്ട് നാട്ടിൽ നിന്നും കാട്ടിലേക്ക് പോയിട്ടുണ്ട് പോലും. നാട്ടിൽ നിന്നും എവിടത്തേക്കാണ് പോയത്? കാട്ടിലേക്കാണ് പോയത്. എന്താ കാട്ടിലേക്ക് പോകാൻ കാരണം? പ്രളയം നടന്നു കഴിഞ്ഞിട്ട് ഇത്രയും സുഭിക്ഷമായി ലോകത്ത് ജീവിച്ച, ശാസ്ത്രത്തിൻ്റെ ഇത്രയും പുരോഗതിയിലെത്തി ജീവിച്ച മനുഷ്യർ പ്രളയം നടന്നു കഴിഞ്ഞാൽ കാട്ടിൽ പോയി പിന്നെ ആദിമ മനുഷ്യൻ്റെ മാതിരി ജീവിക്കണം. പ്രളയം നടന്നിട്ട് ഇവിടെ വരുമ്പോൾ ഒന്നുമില്ല. പിന്നെ കാട്ടിലും ഗുഹയിലും എല്ലായിട്ട് താമസിച്ചുകൊണ്ടാണ് പിന്നെ അവർ ആദ്യം ഒന്നേന്ന് തുടങ്ങേണ്ടത്. അപ്പോൾ ഇത്രയും സുഭിക്ഷതമായി ജീവിച്ചിരുന്ന അവരാണ് രക്ഷപ്പെട്ടിട്ട് പ്രളയത്തിന് ശേഷം പിന്നെ ഗുഹയിലും കാടിലും എല്ലാമായിട്ട് ജീവിച്ചുകൊണ്ട് വേദങ്ങൾ എഴുതി വെച്ചത്. അതോടുകൂടി 10ാമത്തെ സ്കന്ധം 2 ഭാഗവും തീരുകയാണ്. ഇനി നമുക്ക് 11ാമത്തെ സ്കന്ധത്തിൽ കടക്കാം.